നമസ്കാരം. വളച്ചുകെട്ടാതെ സ്ട്രേറ്റ് ടു ദ പോയിന്റ് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ നാളുകളുടെ പ്രതിഷേധങ്ങൾക്കും ആവലാതികൾക്കും ശേഷം ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് 2 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഏകദേശം 400-ലധികം പേജുകൾ വരുന്ന ആ ഒരു റിപ്പോർട്ട് ക്രൈസ്തവർ കേരളത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികളെപ്പറ്റി, പിന്നോക്കാവസ്ഥയെ പറ്റിയുള്ള അനവധി പരാമർശങ്ങൾ, അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാൻ സാധിക്കും, പരിഹരിക്കാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള നിരവധി ശുപാർശകൾ ആ ഒരു റിപ്പോർട്ടിലുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അമൽ സിറേക്കാണ്. നമുക്കറിയാം, ക്രൈസ്തവരുടെ കേരളത്തിലെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ, ന്യൂനപക്ഷ അവകാശങ്ങളുടെ കാര്യത്തിൽ ഒരു ഒറ്റയാൻ പോരാട്ടം തന്നെ നടത്തിയ വ്യക്തിത്വമാണ് അമൽ സിറേക്ക്. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ക്രൈസ്തവരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി അമൽ നടത്തിയ ആ ഒരു പോരാട്ടം എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ്. 80-20 വിഷയത്തിലൊക്കെ അമലിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അമലിൻ്റെ ആ ഒരു പോരാട്ടം തന്നെയാണ്, നീതിക്ക് വേണ്ടിയിട്ടുള്ള അമലിൻ്റെ ആ ഒരു യാത്ര തന്നെയാണ് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ രൂപീകരണത്തിലേക്കും ആ കമ്മീഷൻ്റെ രൂപീകരണത്തിലേക്കും ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വിടുന്നതിലേക്കുമൊക്കെ നയിച്ചത്. നമുക്ക് ആ ഒരു കാര്യങ്ങൾ, അമൽ നടത്തിയ പോരാട്ടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ, ഇത് സംബന്ധിച്ച് നമുക്ക് അമലിനോട് ചോദിച്ചറിയാം. അമൽ, സ്വാഗതം. ആദ്യമേ തന്നെ അമലിനൊരു വലിയൊരു ബിഗ് സല്യൂട്ട്. എനിക്കൊന്ന് 25-24 വയസ്സ് പ്രായമുള്ള ആ ഒരു സമയത്താണ് അമൽ ഈ ഒരു പോരാട്ടത്തിലേക്ക് ഇറങ്ങിയത്. ശരിക്കും അമലിന് വ്യക്തിപരമായിട്ട് യാതൊരു നേട്ടവും ഉണ്ടാക്കാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ലക്ഷങ്ങളായി വരുന്ന ക്രൈസ്തവരായിട്ടുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അമൽ ആ ഒരു പോരാട്ടം നടത്തിയത്. നിലവിൽ ക്രൈസ്തവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന നീതി നിഷേധങ്ങൾ, ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ, ന്യൂനപക്ഷ അവകാശങ്ങളുടെ കാര്യത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന നീതി നിഷേധങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു പിക്ചർ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുവാൻ അമലിന് കൃത്യമായിട്ടും സാധിച്ചു. 80-20 വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ്. എന്ത് ചേതോവികാരമാണ് ചെറുപ്രായത്തിൽ തന്നെ, ആ പഠന കാലയളവിൽ തന്നെ ഈ ഒരു പോരാട്ടത്തിലേക്ക് അമലിനെ കൊണ്ടുചെന്നെത്തിച്ചത്? തീർച്ചയായും അത് പറയുവാണെങ്കിൽ ചിലപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മളായിട്ട് ബന്ധപ്പെട്ട് ഈ കാലയളവിലെല്ലാം ജീവിതത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നൊക്കെ പല പല രീതിയിലുള്ള സ്വാധീനങ്ങളും ഉണ്ടായേക്കാം. അപ്പം അതായത് ഇപ്പൊ നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മൾ വളർന്നു വരുന്ന സമയത്ത് പള്ളിയോട് ചേർന്ന് അങ്ങനെ ഒരു ജീവിതമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതായത് പപ്പായൊക്കെയാണെങ്കിൽ ഒരു സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഒക്കെ ആയിരുന്നു. പള്ളിയായിട്ട് അടുത്ത് ഇടപെട്ട് അങ്ങനെ ജീവിച്ച് ധാരാളം അച്ഛന്മാരും സിസ്റ്റേഴ്സും അങ്ങനെ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ജീവിതമാണ് ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു എന്താ പറയുക ശ്രദ്ധയുണ്ടായിരുന്നു. വിഷയങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. പിന്നെ മാത്രമല്ല, പിന്നെ കുറെ കാലം വീട് വിട്ട് മറ്റൊരു സ്ഥലത്ത്, അതായത് ഒരു നവോദയയിലൊക്കെയാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ആ സമയങ്ങളില് വീട് വിട്ട് നിൽക്കുമ്പം സ്വാഭാവികമായിട്ടും നമ്മള് പുറത്തുനിന്ന് ഗാലറിയിൽ നിന്ന് കളി കാണുന്ന പോലെ നമുക്ക് ഒരു ഫീൽ ഉണ്ടല്ലോ, ആ കളിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ സഭയുടെ പല കാര്യങ്ങളും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ആ ഒരു സംവിധാനം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറെ കാലയളവിൽ ഇങ്ങനെ പല കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഇങ്ങനെ എന്താ പറയുക ഒരു സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ഉത്തരങ്ങൾ നമ്മൾ തേടി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞ് പോയപ്പോഴാണ് എന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത്ഭുതമാവും എങ്ങനെയാണ് എനിക്ക് വന്നതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു നേർവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി വളഞ്ഞ രീതിയിലായിരുന്നു. അതായത് എന്റെ മുമ്പിൽ വന്ന പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഇവിടെയുള്ള ക്രൈസ്തവരുടെ ജനസംഖ്യാ വിഷയമായിരുന്നു. അതായത് നമ്മള് 2000 വർഷങ്ങളോളം നിലനിൽക്കുന്ന ഒരു സമൂഹം ഇവിടെ, അതിന്റെ ചരിത്ര പ്രാധാന്യം, അവിടെ എന്നെ സ്വാധീനിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരത സഭാചരിത്രം എന്ന് പറയുന്ന പുസ്തകമുണ്ട്, സേവ്യർ ജയ് കൂടപ്പുഴ എന്ന് പറഞ്ഞൊരു അച്ഛന്റെ. അപ്പൊ അച്ഛൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ മലബാർ സഭയുടെ ആധുനിക സഭാപിതാവ് എന്നറിയപ്പെടുന്ന പ്ലാസിലച്ചന്റെ ഒരു ശിഷ്യനാണ് പുള്ളി. അപ്പം ഈ പ്ലാസിലച്ചൻ, ഈ ആധുനിക സീറോ മലബാർ സഭയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഈ പ്ലാസിലച്ചൻ എന്റെ ഇടവകക്കാരനായിരുന്നു, കുടമാളൂർ ഇടവകക്കാരനായിരുന്നു. മാത്രമല്ല അൽഫോൺസാമയുടെ ജന്മഗ്രഹം ഇവിടെ കുടമാളൂരാണ്. ചാവറയച്ചന്റെ കർമ്മഭൂമി ഇവിടെ കുടമാളൂരുണ്ട്. അപ്പം അങ്ങനെ എന്റെ പേരും, അമ്മ മാതാരങ്കാരിയാണ്. അപ്പൊ അങ്ങനെ എന്റെ പേരും ഒക്കെ സിറിയക്ക് എന്നാണ് എന്റെ മാമോസ പേര്. ചാവറയച്ചനുള്ള ആ ഒരു സ്നേഹമുണ്ട്. അപ്പം ചെറുപ്പം തൊട്ട് മാതാനത്തൊക്കെ ചാവറയച്ചനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും ഇടപെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സഭയുടെ തന്നെ ഒരു വലിയൊരു മുഖവും ആധുനിക നവോത്ഥാന ഒരു വ്യക്താവും നമുക്ക് പറയാൻ പറ്റുന്ന ചാവറയച്ചന്റെ ഒക്കെ ആ ഒരു സാമീപ്യവും എന്നെ പല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സഭയോടുള്ള തീഷ്ണത, സമുദായത്തോടുള്ള ഒരു സ്നേഹം അതിങ്ങനെ ചെറുപ്പകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമായിട്ട് ഈ ജനസംഖ്യയുടെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മൾ 2000 വർഷമായിട്ട് ഇവിടെ കേരളത്തിൽ നിൽക്കുന്ന ഒരു സമൂഹം, ഈ സമൂഹം പക്ഷേ ഈ 2000 വർഷമായിട്ട് നിന്നിട്ടും ഇന്ന് ന്യൂനപക്ഷ വിഭാഗമായിട്ട് ഇന്ത്യയിലുണ്ട്. മാത്രമല്ല കേരളത്തിലാണേലും വളരെ ചുരുക്കമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. വലിയൊരു ഭൂരിപക്ഷ സമുദായമായിട്ട് അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ വന്ന് നിൽക്കുന്ന ഈ സമൂഹത്തിന്റെ ഈ ഒരു പോക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ കണക്കൊക്കെ എങ്ങനെയായിരിക്കും എന്നൊരു ആശങ്ക ഇങ്ങനെ ഉണ്ടാകാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള സമയത്താണ് ഒരു കണക്ക് കാണുന്നത്. അതായത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഒരാൾ എഴുതിയതിന്റെ ഒരു അടിക്കുറിപ്പായിട്ട് ഒരു ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിക്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ജനസംഖ്യയുടെ കണക്ക് വെച്ചത് ഹിന്ദു ജനസംഖ്യ കുറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് തലക്കെട്ടിലായിരുന്നു അത്. അപ്പൊ അത് കണ്ടപ്പോ ഹിന്ദു ജനസംഖ്യ കുറയുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ക്രിസ്ത്യൻ ജനസംഖ്യയിൽ ഒരു കുറവുണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ കണക്ക് അന്വേഷിച്ച് ഞാൻ ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിക്സ് റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് കേരള സർക്കാരിന്റെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കുന്നതാണ്. അപ്പൊ അത് തേടി പോവുകയും അങ്ങനെ അവരുടെ സൈറ്റിൽ നിന്ന് ആ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ആ ഡൗൺലോഡ് ചെയ്ത റിപ്പോർട്ട് നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടുന്നത്. അതായത് ജനസംഖ്യയെക്കാളും കൂടുതൽ മരണസംഖ്യ ഉള്ള ഒരു സമൂഹമായിട്ട് കേരളത്തിൽ ക്രിസ്ത്യാനികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ജനസംഖ്യയിൽ വെറും 14% മാത്രമാണ് ജനസംഖ്യാ നിരക്കും, അതേസമയം നമ്മുടെ മരണനിരക്ക് 20% ഒരു കണക്ക് അതിൽ കാണുകയുണ്ടായി. ഇത് ഏത് വർഷത്തിലാണ് അമല് ഈ ഒരു സെർച്ചിങ് ഒക്കെ ഏത് വർഷത്തിലാണ് നടത്തുന്നത്? ഈ ഒരു സെർച്ചിങ് ഏകദേശം ഒരു 2016 സമയങ്ങളാണ്, 16-ലാണ്. 2016, 15, 14 ആ ഒരു കാലഘട്ടങ്ങളിലാണ്. അപ്പം അങ്ങനെ നടന്ന കാര്യം അന്ന് ഇതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ വളരെ സജീവമാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടിയൊക്കെ ധാരാളം വിഷയങ്ങൾ ഫേസ്ബുക്കിലൊക്കെ അന്ന് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പൊ അന്ന് പലപ്പോഴും നമ്മൾ കൂടുതൽ നോക്കുവാണെങ്കിൽ സഭാ വിമർശകരായിരുന്നു കൂടുതലായിട്ടും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകളും ഒക്കെ ആയിട്ട് നിറഞ്ഞിരുന്നത്. ഇപ്പൊ സഭാ അനുകൂലികളായിട്ട് അല്ലെങ്കിൽ സഭയോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് ഇത് പഠിപ്പിക്കാനായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ആളുകളൊന്നും അന്ന് അധികം ഇല്ല. അപ്പൊ ആ സമയത്താണ് നമ്മളിങ്ങനെ മുഖം കാണിക്കാതെയാണ് പലപ്പോഴും പല കമന്റുകളും മറ്റുമൊക്കെ അങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അന്ന് ഇങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് ഈ ജനസംഖ്യ ഇത്രമാത്രം കുറഞ്ഞു പോകുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം, എന്താണ്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കുറയുന്നത്, ഇതിനെന്തെങ്കിലും ഒരു മറുമരുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രതിവിധി ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറ്റ് സമുദായങ്ങളെ നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം എന്നുള്ള ചിന്ത വന്നത്. അപ്പം ഈ മറ്റ് മുസ്ലിം സമുദായമുണ്ട്, ഈഴവ സമുദായമുണ്ട്, നായർ സമുദായമുണ്ട്, മറ്റങ്ങനെ സമുദായങ്ങളെല്ലാം കേരളത്തിലുണ്ട്. അപ്പൊ അവരുടെ ജനസംഖ്യയുടെ പോക്ക് എങ്ങനെയാണ്, എന്താണ് തമ്മിലുള്ള ഡിഫറൻസ്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ അങ്ങനെ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഇവിടെ ഇപ്പം ജനസംഖ്യ കൂടണമെന്ന് നമ്മളൊരു അഭിപ്രായം പറയുവാണെങ്കിൽ ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും. അപ്പൊ ആ ചോദ്യങ്ങൾ എന്താണ്? ഒന്ന്, നമുക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ ആദ്യം വിവാഹിതരാണ് അവര്. അപ്പൊ വിവാഹിതരാകാനായിട്ട് എന്തുകൊണ്ടാണ് ഇവര് താമസിക്കുന്നത്? അത് താമസിക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് സമയത്തിന് ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ കടമാണ്, നല്ലൊരു വീടില്ല, സ്ഥലമില്ല, ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത് വിവാഹത്തിന് അവിടെ ബദലായിട്ട്. അപ്പൊ സാമ്പത്തികമായിട്ടൊരു ഭദ്രത ഇവിടെയുള്ള യുവാക്കളിൽ ഇല്ലെന്നുള്ളതാണ് വിവാഹപ്രായം കൂടിപ്പോകാനായിട്ട് ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറുന്ന ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൂടുതൽ കുട്ടികൾ വേണമെന്ന് വിവാഹിതരായോട് പറയുവാണെങ്കിൽ അവർ പറയും, നിങ്ങൾ വളർത്തുവോ, നിങ്ങൾ ചെലവിന് തരുവോ, നിങ്ങൾ സ്കൂളിൽ ഫീസ് അടയ്ക്കുവോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉന്നയിക്കുന്നുണ്ട്. അപ്പം അവിടെ ഫീസ് അടയ്ക്കാനായിട്ടുള്ള പൈസ അല്ലെങ്കിൽ ചെലവിനുള്ള പൈസ, ഇത് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കുട്ടികളുടെ എണ്ണത്തെ പോലും പലപ്പോഴും നമ്മുടെ സമുദായ അംഗങ്ങൾ കാണുന്നതായിട്ട് മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെ ഈ സാമ്പത്തിക ഭദ്രതയില് എന്തോ ഈ ഒരു ക്രൈസ്തവ സമൂഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതേസമയം നമ്മൾ മുസ്ലിം സമൂഹവും മറ്റു സമൂഹവും കമ്പയർ ചെയ്യുമ്പം മുസ്ലിം സമൂഹത്തിനൊക്കെ നല്ലൊരു ഗ്രോത്തും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്താണ് ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അമൽ, അതായത് ഈ ഒരു നിഗമനത്തിലേക്ക് അമൽ എത്തുന്നത് അത് സ്വന്തം നിലയിൽ അത് പരിശോധിച്ച് പഠിച്ച് ഡേറ്റ കളക്ട് ചെയ്ത് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നോ, അതോ മറ്റുള്ളവരുമായിട്ടൊക്കെ ചോദിക്കുന്നു, നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സമുദായത്തിലുള്ള കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ കുടുംബങ്ങളും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നു, അങ്ങനെ എത്തിച്ചേരുകയാണോ ഉണ്ടായത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹെൽപ്പ്, പുറത്തുനിന്നുള്ള സപ്പോർട്ട് ഈ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാൻ അമലിനെ സഹായിച്ചിരുന്നോ? സത്യത്തിൽ ഇല്ലെന്ന് തന്നെയാ പറയേണ്ടത്. ഇത് എല്ലാം സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പൊ സ്വന്തമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, സ്വന്തമായിട്ട് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നു, ഫേസ്ബുക്കിലും മറ്റേ കണ്ട സമയം പറഞ്ഞല്ലോ. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഇതുപോലെ സർക്കാരിന്റെ വെബ്സൈറ്റ് കാണുന്നു, സ്വന്തമായിട്ട് തന്നെ പഠിക്കുമായിരുന്നു. അതായത് പ്രത്യേകിച്ച് നമ്മുടെ സപ്പോർട്ടിംഗ് ആയിട്ട് എനിക്ക് അങ്ങനെ ആരും ഇല്ലായിരുന്നു. അപ്പം ആരും ഇല്ലായിരുന്നല്ലോ, മാത്രമല്ല ഞാൻ ആരെയും അങ്ങനെ ഇടപെടുത്തിയുമില്ല ഇത് ഈ കാര്യം പഠിക്കാനായിട്ടോ കാര്യങ്ങള്. അപ്പം അങ്ങനെ സ്വന്തമായിട്ടുള്ള ഒരു എന്താ പറയുക ചിന്തയായിരുന്നു. അപ്പൊ ആ ഒരു സ്വന്തം ചിന്തയിൽ മുന്നോട്ട് പോയതാണ്. അപ്പൊ അങ്ങനെ പോയപ്പോൾ ഇതുപോലെ കാരണങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് ആദ്യം ഞാനിത് കണ്ടെത്താൻ ശ്രമിച്ചത്. പിന്നെ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ പിന്നെ ഇടപെടാൻ തുടങ്ങുമ്പോൾ ഈ ധാരാളം ആൾക്കാർ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളും അവിടെ സൂചിപ്പിക്കും ചോദ്യങ്ങളായിട്ട്.
അപ്പൊ അങ്ങനെ ചോദ്യങ്ങളായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് കുറെ ഉത്തരങ്ങൾ കിട്ടും. അതിൽ നിന്ന് വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉത്തരങ്ങൾ തേടി 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 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ബദലായിട്ട് ഒരു കാര്യം നടക്കുന്നുണ്ട്, അത് ശരിയാണ്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ചെയ്യുന്നത് അമല് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അല്ലേ? അതുകൂടി സൂചിപ്പിക്കുന്നതല്ലാതെ എനിക്ക് തോന്നുന്നു അല്ലേ? അതെ എഞ്ചിനീയറിംഗ് അതെ അതെ അതെ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അതെ അതെ കാലഘട്ടത്തില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില്ല. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗെയിമിംഗ് അഡിക്ഷൻ അല്ലെങ്കിൽ മറ്റു അഡിക്ഷൻസ് ഉണ്ടല്ലോ. അതെ അപ്പൊ അതെ. തൽക്കാലം അവിടെ ഗെയിമിനെയൊക്കെ മാറ്റി വെച്ച് നമ്മള് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു അഡിക്ഷൻ ആയിട്ട് മാറിയത്. ഓക്കെ അപ്പൊ ഓക്കെ. അങ്ങനെ ഈ ഒരു അതിജീവനം ആവശ്യമാണെന്നുള്ളത് എനിക്ക് തോന്നി. കാര്യം ഞാൻ ചുമ്മാ പറയുവാണെങ്കിലും അതിനകത്തൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം നമ്മള് പ്രധാനമായിട്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം എന്താണ് അവന്റെ പ്രധാന ലക്ഷ്യം, അല്ലെങ്കിൽ എന്താണ് അവന് വേണ്ടതെന്നുള്ളത് ഒരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ നമ്മള് ശരിക്കും ശ്രദ്ധിക്കുവാണെങ്കിൽ മനുഷ്യന് സ്നേഹമാണ് വേണ്ടത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവന് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം സ്നേഹമാണ്. എല്ലാവരും അവനെ സ്നേഹിക്കണം. എല്ലാവരും സ്നേഹിക്കണം എന്നുള്ള ആ ഒരു അടിസ്ഥാനപരമായ ആവശ്യത്തിന്റെ കാതല് കിടക്കുന്നത് ഈ ക്രിസ്തു മതത്തിലാണ്. ബാക്കിയുള്ള ഓരോ മതത്തിനും ആശയങ്ങളുണ്ട്. ആശയങ്ങൾ ഉപരിയായിട്ട് ഈ സ്നേഹത്തിന്റെ ഒരു ആശയം കൂടുതലായിട്ട് കിടക്കുന്ന ക്രിസ്തു മതത്തിലാണ്. അതുകൊണ്ട് തന്നെ ആരെയും കൊല്ലാനോ ഉപദ്രവിക്കാനോ ഒന്നും തന്നെ ഈ മതത്തിന്റെ ആശയങ്ങൾ ഒന്നും തന്നെ അനുവദിക്കുക. അപ്പം ലോകത്തിന്റെ സമാധാനത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ആശയം നിലനിൽക്കണമെന്ന് ഉള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ക്രിസ്തുവിന്റെ ആശയം നിലനിൽക്കണമെങ്കിൽ ക്രിസ്ത്യാനികൾ വേണം. കാര്യം ക്രിസ്തുവിന്റെ ആശയങ്ങള് പ്രചരിപ്പിക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോകുന്നവരുമാണ് ക്രിസ്ത്യാനികൾ. ബാക്കിയുള്ളവർക്ക് ക്രിസ്തുവിനെ പല ആശയങ്ങളിൽ അവർ കാണാൻ പറ്റും. ചിലപ്പം ചില സാഹചര്യം നമുക്കറിയാം, ചില സാഹചര്യങ്ങളിലെ ക്രിസ്തു നമ്മൾ വിചാരിക്കുന്ന ക്രിസ്തുവിന്റെ ഒരു ആശയധാരയല്ല ചില സമൂഹങ്ങളിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ കൃത്യമായ ആശയം മുന്നോട്ട് പോകണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം ആവശ്യമാണ്. ഈ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് കുറെ സമാധാനവും ഒരു സംരക്ഷണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് മുഖ്യ പങ്ക് വഹിച്ച ഒരു ആശയധാര നൽകിയത് ഇവിടുത്തെ ക്രിസ്ത്യാനികളും അവരുടെ പ്രവർത്തനങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സമാധാന അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകണമെങ്കിലൊക്കെ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം അത്യാവശ്യമാണ് എന്നൊരു ഒരു സെക്കൻഡറി ചിന്തയും ഇങ്ങനെ മനസ്സിലുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ ഈ ക്രിസ്ത്യാനികളുടെ നിലനിൽപ്പ് അപകടത്തിലാകുന്നത് കണ്ടുകൊണ്ട് പരിഹാരം തേടി പോകുന്നു. അങ്ങനെ പോയപ്പോഴാണ് ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഈ സമുദായത്തിന് ഇല്ല. അപ്പൊ ഇത് എങ്ങനെ നഷ്ടപ്പെട്ടു പോയെന്നാണ് ഇതിന്റെ അടുത്ത ഒരു ചിന്ത വന്നത്. എങ്ങനെ നഷ്ടപ്പെട്ടു പോയി, എങ്ങനെ തിരിച്ചെടുക്കാം, എങ്ങനെ തിരികെ കൊണ്ടുവരാം, ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ? കാര്യം ഞാൻ നോക്കിയപ്പോൾ 1970 കാലഘട്ടത്തിന് മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനന നിരക്കുണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അതെ ഈ അതെ. 1970 കാലഘട്ടത്തിന് ശേഷമാണ് കേരളത്തിലെ ജനനിരക്കിൽ ക്രിസ്ത്യാനികൾ ജനനിരക്ക് വളരെ കുത്തനെ കുറഞ്ഞു പോയത്. അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ കോൺഗ്രസ്, അന്ന് കുറെ കോൺഗ്രസ് അനുഭാവികളായിരുന്നു ക്രിസ്ത്യാനികൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ കാലഘട്ടത്തില് നമ്മുടെ ജനസംഖ്യ ചെറുതാക്കാനായിട്ട് നടത്തിയ നാം ഒന്ന് നമുക്ക് മുതൽ നാം രണ്ട് നമുക്ക് രണ്ട് എന്നുള്ള ആ ഒരു കുറെ കൺസെപ്റ്റുകളും അല്ലെങ്കിൽ മറ്റ് ജനന നിയന്ത്രണ സാധനങ്ങളൊക്കെ കയറി വന്നതൊക്കെ കുറേയേറെ നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. മാത്രവുമല്ല അതിനുശേഷം വന്ന സംവരണത്തിന്റെ ചില വ്യവസ്ഥകളും ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സംവരണത്തിൽ നിന്നൊക്കെ കൃത്യമായിട്ട് ക്രിസ്ത്യാനികൾ ഔട്ടായി പോയി. അതായത് ഏകദേശം ഒരു 80% കേരളത്തിലെ ക്രിസ്ത്യാനികളും സംവരണത്തിന് ഔട്ടായിട്ടാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തില് ഒരു സാമ്പത്തികമായ അല്ലെങ്കിൽ സാമ്പത്തികമോ മറ്റു രീതിയിൽ ഗവൺമെന്റിൽ നിന്നുള്ള ഒരു അസിസ്റ്റൻസ്, ഒരു ഫിനാൻഷ്യൽ എയ്ഡോ അസിസ്റ്റൻസോ അല്ലെങ്കിൽ ബാക്കപ്പോ ഒന്നും തന്നെ ഈ സമുദായത്തിന് കിട്ടാതെ വന്നതെല്ലാം ഇവരുടെ സാമ്പത്തിക ഭദ്രതയൊക്കെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഇതിനെ എങ്ങനെ തിരികെ പിടിക്കാം, എങ്ങനെയാണ് ഈ സംവരണം നഷ്ടമായത്, അത് എന്തുകൊണ്ട് നഷ്ടമായി, ആരാണ് അത് നഷ്ടമാക്കിയത്, അല്ലെങ്കിൽ എങ്ങനെ അത് തിരിച്ചെടുക്കാൻ പറ്റും? കാര്യം കാലത്തിന് മാറ്റി എഴുതാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല. അതെ അതെ അതെ. ഇന്ന് നടന്നൊരു തെറ്റിനെ നമുക്ക് നാളെ ശരിയാക്കാൻ പറ്റും. ഇന്ന് നടന്നൊരു പ്രശ്നത്തെ നാളെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. അപ്പം പണ്ട് ആരോ സംവരണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലത്തിൽ ഒരിക്കലും എനിക്ക് ക്രിസ്ത്യാനികൾക്ക് സംവരണം കിട്ടത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശരി പറയുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ ഇല്ല. അപ്പൊ സ്വയമായിട്ട് നമ്മുടെ ശ്രമം പോലെയാണ് കാര്യങ്ങൾ നടക്കുക. നമ്മൾ ഉന്നയിക്കുന്ന പോലെ, നമ്മൾ ചോദിക്കുന്നതും പോലെയാണ് ഇവിടെയുള്ള ഒരു ഗവൺമെന്റ് സംവിധാനം പ്രവർത്തിക്കുക. നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നൊരു ചോദ്യമായി. അത് ചോദ്യത്തിലാണ് ഇത് എങ്ങനെ നഷ്ടപ്പെട്ടു പോയതിനെ പറ്റി ഒന്ന് പഠിക്കാനായിട്ട് തീരുമാനം. ഇപ്പൊ ഞാൻ പലപ്പോഴും എന്റെ ചെറുപ്പ കാലഘട്ടങ്ങളിലും കേട്ടുള്ള ഒരു കാര്യമാണ്. പലരും ഈ സഭയെ വിമർശിച്ചുകൊണ്ട് പറയാറുണ്ട്. അതായത് പണ്ട് സംവരണം ചോദിച്ചപ്പോൾ നമ്മുടെ ഈ സഭാ അധികാരികൾ ആണ് പറഞ്ഞത് നമുക്ക് സംവരണം വേണ്ട, ഏതോ മെത്രാനൊക്കെയാണ് പറഞ്ഞത് സംവരണം വേണ്ട, നമുക്ക് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ മതി, അതുകൊണ്ട് നമുക്കിപ്പം ഈ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ നമുക്ക് കിട്ടി, അതേസമയം സംവരണം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് ഇങ്ങനെ എനിക്കറിയാവുന്ന ധാരാളം പേര് ഇങ്ങനെ ചെറുപ്പകാലം കൊണ്ട് ഞാൻ കാണുന്നതാണ്. പല സ്ഥലങ്ങളിൽ അവർ ഈ കാര്യം ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് തേടിപ്പോയപ്പോഴാണ് ഇത് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഉത്തരവില്ല.
ആരാണ് ഇങ്ങനെ പറഞ്ഞത്, ആരാണ് സംവരണം വേണ്ട ന്യൂനപക്ഷ അനുകൂല്യം മതി എന്ന് ചോദിക്കുമ്പോൾ ഇവർക്കൊന്നും ഉത്തരവില്ല. ഞാൻ അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി ചോദിച്ചു. അങ്ങനെയാണ് ഈ 2016 ഒരു ഒതന്റിക് സംവിധാനമായ ന്യൂനപക്ഷ വകുപ്പിനെങ്കിലും ഇതിനെപ്പറ്റിയൊക്കെ അറിയാമല്ലോ എന്ന് അന്നത്തെ ആ ഒരു ചെറുപ്പക്കാരന്റെ ചിന്തയിൽ ഞാൻ പോയി ന്യൂനപക്ഷ കമ്മീഷന്റെ സെമിനാറിൽ പോയി ഞാൻ ചോദിച്ചത്. അപ്പൊ ഓക്കെ. അന്ന് ന്യൂനപക്ഷ കമ്മീഷന്റെ സെമിനാറിൽ പോയി ചോദിക്കുമ്പോൾ അവിടെ കമ്മീഷന്റെ അംഗങ്ങളുണ്ട്. മാത്രമല്ല ക്രൈസ്തവ സഭയുടെ തന്നെ മേലധികാരികളായിട്ടുള്ള ധാരാളം ആൾക്കാരും എല്ലാം അവിടെ ഉണ്ട്. വലിയൊരു ഹാളിലായിരുന്നു. കോട്ടയത്തെ ഒരു പബ്ലിക് ലൈബ്രറി വെച്ചായിരുന്നു. അപ്പം പക്ഷെ അവരുടെ മുമ്പിൽ അത്രയും ജനത്തിന് മുമ്പിൽ വെച്ച് പൊതുവായിട്ട് ഞാൻ ഈ ചോദ്യം ചോദിച്ചതിന് അവർക്ക് ഉത്തരവില്ല. ഈ പരിപാടി കഴിഞ്ഞിട്ട് ആരും ഒരു ഉത്തരവായിട്ടോ അവരുടെ കൂടെയൊക്കെ തന്നെ ഒരു ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും ഒരു ഉത്തരം എനിക്ക് തരാനായിട്ടോ അല്ലെങ്കിൽ അതിന് ഉത്തരം എനിക്ക് കണ്ടെത്താനായിട്ട് പറ്റിയില്ല. അപ്പൊ അന്നാണ് ഞാൻ പറഞ്ഞത്, ആ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കൈപ്പുസ്തകം മറ്റേ ന്യൂനപക്ഷ കമ്മീഷന്റെ കിട്ടി. അതിനകത്താണ് 80 യേശുവിന്റെ അനുവാദത്തെ പറ്റിയൊക്കെ അന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ സംവരണത്തില് ഇതാരോ പറയുന്ന ഉത്തരവില്ലാതെ പിന്നെ ഞാൻ തേടി പോയപ്പോഴാണ് ഇതുപോലെ എനിക്കൊരു വിവരം കിട്ടി. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്താണ് ഇതിന്റെ ഒരു കാര്യം നടക്കുന്നത്. അന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സംവരണം വേണ്ട ന്യൂനപക്ഷാനുകൂല്യം മതി എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സ് പോയി തപ്പി അത് കണ്ടുപിടിച്ച് അതിനകത്ത് വോളിയത്തില് റിസർവേഷനെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ അവിടെയാണ് ഞാൻ ഞെട്ടിപ്പോയത്. അതായത് നമ്മൾ ഇത്രയും കാലവും കേട്ട് പരിചയിച്ച പല കാര്യങ്ങളും തെറ്റായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം അങ്ങനെ അല്ലായിരുന്നു എന്ന് മനസ്സിലായത്. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സിൽ നടക്കുന്ന സംവരണത്തെ പറ്റിയുള്ള ചർച്ച നടക്കുന്നത് എങ്ങനെയാണ്? ഈ സർദാർ വല്ലഭായ് പട്ടേൽ ഒരു റിപ്പോർട്ടാണ്, പുള്ളിയാണ് അഡ്വൈസറി കമ്മിറ്റി, ഈ റിസർവേഷന്റെ ചർച്ചയിൽ ഒരു അഡ്വൈസറി കമ്മിറ്റി ചെയർമാനായിട്ട് പുള്ളിയാണ് ഏൽപ്പിച്ചത്. ഈ സർദാർ വല്ലഭായ് പട്ടേൽ ഒരു റിപ്പോർട്ട് ടേബിളിലേക്ക് സമർപ്പിച്ചിട്ടാണ് ഈ ചർച്ച തുടങ്ങുന്നത്. അപ്പൊ ആ റിപ്പോർട്ട് പുള്ളി എടുത്തു വെക്കുന്ന ഇതാണ്: മതങ്ങളെല്ലാം അവരുടെ സംവരണം വിട്ടുകൊടുക്കണം. കാര്യം ഇനി രാജ്യത്ത് മതപരമായിട്ടുള്ള വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് മതങ്ങൾ അവരുടെ സംവരണം വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനമാണ് പുള്ളി ആ റിപ്പോർട്ടാക്കി മുമ്പിൽ വെച്ചിട്ടാണ് ചർച്ച തുടങ്ങുന്നത്. അപ്പം ഈ ചർച്ച തുടങ്ങിയപ്പം അവിടെ ഉണ്ടായിരുന്ന ഈ ന്യൂനപക്ഷ മതവിഭാഗം എന്ന് പറയുന്ന മതവിഭാഗങ്ങളെല്ലാം തന്നെ അവരുടെ സംവരണം വിട്ടുകൊടുത്തതായിട്ടാണ് ആ രേഖയ്ക്കകത്ത് പറയുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സിനകത്ത്. എല്ലാ മതവിഭാഗങ്ങളും അല്ലെ? എല്ലാ മതവിഭാഗം. അതിനകത്തൊരു ഒരു കാര്യം വരുന്നുണ്ട്, ഈ മുസ്ലിം സംഘടനകളിൽ ചെറിയൊരു സ്വരച്ചേർച്ചയില്ലായ്മ വരുന്നുണ്ടായിരുന്നു അതിനകത്ത് ഈ സംവരണം വിട്ടുകൊടുക്കുന്നതിനെ പറ്റി. പക്ഷെ ആ സമയത്ത് അവിടെ വോട്ടെടുപ്പ് നടത്തി. ഈ മുസ്ലിം സമൂഹത്തിനിടയിൽ വോട്ടെടുപ്പ് നടത്തിയിട്ട് അതിനകത്ത് ഭൂരിപക്ഷം പേരും സംവരണം വിട്ടുകൊടുക്കാനായിട്ട് അനുകൂലിക്കുകയും അങ്ങനെ ആ മുസ്ലിം സമൂഹം സംവരണം വിട്ടുകൊടുത്തു. ഈ പറയുന്ന സിഖും ജൈനനും അവരും എല്ലാം അവരുടെ സംവരണം വിട്ടുകൊടുത്തു. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് 2-3 പേര് സംസാരിച്ചതിൽ പ്രമുഖനായി സംസാരിച്ചതാണ് നമ്മുടെ ജെറോം ഡി ഡിസൂസ എന്ന് പറഞ്ഞ മദ്രാസ് പ്രസിഡൻസിയെ പ്രതിനിധീകരിച്ചു പോയ ഒരു വൈദികൻ, ജെസ്യൂട്ട് വൈദികനാണ്. ആ അച്ഛൻ അവിടെ കൃത്യമായിട്ടും പറഞ്ഞു, ഇതുപോലെ ഞങ്ങളുടെ സംവരണം വിട്ടുതരാൻ തയ്യാറാണ്. കാര്യം ഇവിടെ രാജ്യത്ത് ഇനി ഒരു മതപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രാജ്യത്തിന്റെ പല ഇൻഡിപെൻഡൻസ് ഡേയും റിപ്പബ്ലിക് ഡേ ഒക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ സ്കൂളുകളിൽ എങ്ങനെ ഈ ജെറോം ഡി ഡിസൂസയെ നമ്മൾ സ്മരിക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ കാണാൻ പറ്റും. അത്രമാത്രം ഈ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ദേശീയ പല സമര നേതാക്കളെക്കാളും അത്രമാത്രം തീക്ഷ്ണമായ ദേശീയതയാണ് ശരിക്കും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ തുറപ്പിക്കുന്നത്. അപ്പൊ അത്രത്തോളം അദ്ദേഹം അവിടെ സംവരണം ഞങ്ങൾ വിട്ടുതരാൻ തയ്യാറാണ്, മതങ്ങൾ തമ്മിലൊരു വേർതിരിവിന് പാടില്ല എന്ന അതേസമയം ഈ പറയുന്ന മതങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം നാളെ, അതിനായിട്ട് ഒരു അവകാശം അവർക്ക് നൽകണമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റിലാണ് ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന രീതിയിലേക്ക് ഒരു സാധനം ഭരണഘടനയിൽ ചേർക്കുന്നതായിട്ട് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത്. അപ്പം അന്ന് ശരിക്കും പറയാൻ ക്രിസ്ത്യാനികൾ മാത്രമല്ല സംവരണം വിട്ടുകൊടുത്തതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അന്ന് ക്രിസ്ത്യനും സിഖും ജൈനനും മുസ്ലിമും സംവരണം വിട്ടുകൊടുത്ത. പക്ഷെ അന്ന് തന്നെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഹരിജൻ വിഭാഗം വളരെ ദുർബലമായ അവസ്ഥയിലാണ്, വളരെ പ്രശ്നത്തിലാണെന്ന് അവിടെ അവരുടെ പ്രതിനിധികൾ ഉന്നയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 10 വർഷത്തേക്ക് മാത്രമായിട്ട് ഹിന്ദു ഹരിജൻ വിഭാഗത്തിന് സംവരണം നൽകപ്പെടുന്നത്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഭരണഘടനയിൽ അതിന്റെ ഭാഗമായി വന്ന ഈ അസംബ്ലിയിലൂടെ വന്നിരിക്കുന്ന സംവരണ വ്യവസ്ഥ എന്താണെന്നുള്ളതും ഈ ന്യൂനപക്ഷ അവകാശ സംവിധാനം എങ്ങനെ വന്നു എന്നുള്ളതും. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളെല്ലാം സംവരണം വിട്ടുകൊടുത്ത അവരെ സംരക്ഷിക്കാനായിട്ടും അവരുടെ പൈതൃകം കാത്തുസൂക്ഷിക്കാനായിട്ടും അവരുടെ വിശ്വാസം അടുത്ത തലമുറകളിലേക്കും കൈമാറാനായിട്ട് സഹായിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം അല്ലെങ്കിൽ ഇത് പകർന്നു കൊടുക്കാനുള്ള സംവിധാനമായിട്ടാണ് ന്യൂനപക്ഷ അവകാശമായിട്ട് ഒരു സാധനം ഭരണഘടനയിൽ വരികയും ഈ സംവരണം ഹിന്ദു ഹരിജൻ വിഭാഗത്തിന് വേണ്ടി മാത്രമായിട്ട് 10 വർഷം മാറ്റിവെക്കുകയും ചെയ്തത്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നീട് നോക്കുമ്പോൾ കേരളത്തില് ഈ മുസ്ലിം സമൂഹത്തിന് പ്രത്യേകമായ ചില സംവരണങ്ങളൊക്കെ കേരളത്തിൽ മാത്രമായിട്ട് ഇവിടുത്തെ സർക്കാരിന്റെ ചില നിർദ്ദേശങ്ങളിലൂടെ ഈ മുസ്ലിം സമൂഹത്തിന് സംവരണമൊക്കെ കൊടുക്കുന്നതായിട്ടൊക്കെ പിന്നെ കാണുന്നുണ്ട്.
പക്ഷെ എന്നിരുന്നാലും കേന്ദ്രത്തിൽ പിന്നെ ഒരു OBC സംവരണം വരുന്നത് ഈ മണ്ഡൽ കമ്മീഷൻ വരുന്നുണ്ട്. 1980 കാലഘട്ടങ്ങളിൽ മണ്ഡൽ കമ്മീഷനെ ആദ്യം ഒന്നും അംഗീകരിക്കുന്നില്ല. അതിനുശേഷം 93 ഇന്ദിരാ സാഹനി കേസൊക്കെ വരുമ്പോഴാണ് ഈ ഒരു OBC എന്ന് പറയുന്ന ഒരു പട്ടികയിലൂടെ സംവരണം കേന്ദ്രം ഒരു കൃത്യമായി അവിടെ കൊടുക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ആ ഒരു കേന്ദ്രത്തിന്റെ സംവരണമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കൃത്യമായിട്ട് ഒരു ജാതിക്കല്ല ഈ പറയുന്ന സംവരണം, ഒരു ക്ലാസസ് എന്നാണ് പറയുന്നത്. വിഭാഗങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംവരണം അവിടെ പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം കേന്ദ്ര സർക്കാരിന്റെ OBC പട്ടിക എടുത്ത് നോക്കുമ്പോൾ കേരളത്തിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ആ കേരളത്തിന്റെ ലിസ്റ്റിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിള വിഭാഗത്തിന് സംവരണമുണ്ട്. അപ്പൊ ഈ മാപ്പിള വിഭാഗത്തിലുണ്ട് ലാറ്റിൻ കാത്തലിക്കിനും ആംഗ്ലോഡിനും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഈ മാപ്പിള വിഭാഗം ആരാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള സുറിയാനി ക്രിസ്ത്യാനികൾ മാപ്പിള വിഭാഗക്കാരാ. പക്ഷെ എന്തുകൊണ്ടോ ഇവിടെയുള്ള സുറിയാനി ക്രിസ്ത്യാനികളെ മാപ്പിള വിഭാഗത്തിൽ ഉൾപ്പെടുത്താതെ ഒരു സംവരണ വ്യവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അതിന്റെ പിന്നാമ്പുറത്തിൽ എന്താണ് നടക്കുന്നത് ഇച്ചിരി അജ്ഞാതം തന്നെയാണ്. ഒരു മാപ്പിള വിഭാഗത്തിന് സംവരണം അവിടെ പറയുകയും മാപ്പിള വിഭാഗത്തിൽപ്പെട്ട സുറിയാനി ക്രിസ്ത്യാനികളുടെ ഈ മാപ്പിള എന്ന പദം എങ്ങനെയൊക്കെയോ കൃത്യമായി ഇവരിൽ നിന്ന് അടർത്ത് മാറ്റി മറ്റൊരു സമൂഹത്തിന്റെ മേലിൽ മാത്രമായി മാറുന്നതൊക്കെ ചരിത്രം സാക്ഷിയാണ്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന മാർത്തോമ നസ്രാണികളായിട്ടുള്ള ഈ മാപ്പിളമാര് എന്ന് പറയുന്ന ഈ സുറിയാനി ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ ഈ മാപ്പിള എന്നൊരു ടേം തന്നെ ഇപ്പോഴേ ഇല്ല, എങ്ങും തന്നെ അത് കാണുന്നില്ല. അതേസമയം OBC പട്ടികയിൽ ആ സാധനം കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്ലാസസിന്റെ അടിസ്ഥാനത്തിലാണ് സംവരണമെങ്കിൽ നമ്മുടെ സമൂഹത്തിന് കിട്ടേണ്ടതല്ല അല്ലേ? അപ്പൊ അതൊക്കെ ഞാനിവിടെ ഈ കാലഘട്ടങ്ങളൊക്കെ ശ്രദ്ധിക്കുകയുണ്ടായി. അതിനുശേഷം മാത്രമല്ല ഇനി ഈ സംവരണം എങ്ങനെ കൊണ്ടുവരാം. അപ്പൊ സംവരണം കൊണ്ടുവരണമെങ്കിൽ അവിടെ ഒരു പിന്നോക്ക വിഭാഗമാണെന്ന് പറയപ്പെടണം. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നോക്ക വിഭാഗം എന്ന് പറയപ്പെടാനായിട്ട് ഇനി ഒരു സാഹചര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു രേഖയായിട്ട് കൊടുക്കാനായിട്ട് സാധനമില്ല. അപ്പം തീർച്ചയായിട്ടും രേഖയായിട്ട് കൊടുക്കണമെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ പിന്നോക്ക വിഭാഗമാണ് എന്ന രീതിയിലേക്ക് തെളിയിക്കുന്ന രീതിയിലുള്ള രേഖ വേണം. അപ്പൊ അങ്ങനെ രേഖ വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പഠനം നടത്തണം. ആ ഒരു പിന്നോക്കാവസ്ഥയെ പറ്റിയുള്ള ഒരു പഠനം നടത്തേണ്ട അനിവാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് എങ്ങനെ സർക്കാരിനെ കൊണ്ട് ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥയെ പറ്റി പഠനം നടത്തിക്കാം എന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പൊ അങ്ങനെ ചിന്ത വന്നത് കിട്ടിയ സമയത്താണ് ഒരു എന്താ പറയുക ഒരു ദൈവത്തിന്റെ ഒരു ദൈവഹിതം എന്ന് പറയാം ഈ ന്യൂനപക്ഷ കമ്മീഷൻ. അപ്പൊക്കെ ഞാൻ ഈ സൈറ്റുകൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെ ഒക്കെ ന്യൂനപക്ഷ സൈറ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ സമയത്താണ് നമുക്ക് ന്യൂനപക്ഷ കമ്മീഷന് ഞാനിങ്ങനെ ഒരു പരാതി കൊടുക്കുന്നത്. പരാതി ഒരു അപേക്ഷ പോലെ അവർക്ക് മെയിൽ അയച്ചു. ന്യൂനപക്ഷ കമ്മീഷൻ ഇതുപോലെ ക്രിസ്ത്യൻ പിന്നോക്കാവസ്ഥയിൽ ഒരു പഠനം നടത്തുന്ന കാര്യം ഞങ്ങൾ ഇന്ന് മാത്രം കഷ്ടപ്പാടിലാണ്, പ്രശ്നത്തിലാണ്, ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ അപേക്ഷ കൊടുത്തു. അപ്പൊ അങ്ങനെ അപേക്ഷ കൊടുക്കുകയും നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയായിരുന്നു. നമ്മുടെ ഒരു ഗ്രൂപ്പിന്റെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി സമാനമായ ചിന്താഗതിക്കാരുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെ കൊണ്ടുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു മെയിൽ ID ഒക്കെ അവർക്കും കൊടുത്തിട്ട് ഈ കണ്ടന്റ് ഒക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ടും മെയിൽ അയക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ മെയിൽ അയച്ചു. അപ്പൊ അങ്ങനെ മെയിൽ അയക്കുകയും മാത്രമല്ല ഞാൻ ന്യൂനപക്ഷ കമ്മീഷൻ അംഗത്തെ വിളിച്ചിട്ട് ഈ വിഷയം സൂചിപ്പിക്കുകയും ഇതുപോലെ പഠനം നടത്തേണ്ട ആവശ്യത്തെ പറ്റിയൊക്കെ പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെ നിരന്തരമായി മെയിൽ അയച്ചു അവസാനം ഒരു ഫോളോ അപ്പ് ഒക്കെ നടത്തി സ്വാഭാവികമായിട്ടും മെമ്പർ പറഞ്ഞു ഇതുപോലെ കൂടുതൽ പരാതികൾ കിട്ടുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്മീഷൻ അവിടെ പഠനത്തിന് തയ്യാറാകും. അപ്പൊ അങ്ങനെ പരാതികൾ വീണ്ടും അയക്കാൻ തുടങ്ങി, പലരെ കൊണ്ട് അയപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം ആ മെമ്പറിന്റെ വാക്ക് മെമ്പർ പാലിച്ചു. ഇതുപോലെ ഒരു കമ്മീഷന്റെ സിറ്റിംഗ് നടത്താനായിട്ട്, അതായത് ക്രിസ്ത്യാനികളുടെ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയിലെ ന്യൂനപക്ഷ കമ്മീഷൻ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു സർക്കാർ കമ്മീഷൻ പഠനം നടത്താനായിട്ടുള്ള ഒരു തീരുമാനമായി. അപ്പൊ അങ്ങനെ തീരുമാനമായി 2019. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ ഒരു പോരാട്ടം, ഈ ഒരു യാത്ര നമുക്കറിയാം പലരെയും കണ്ടുമുട്ടേണ്ടതുണ്ട്, പലരുമായിട്ട് ചർച്ചകൾ നടത്തേണ്ടതുണ്ട്, പല യാത്രകൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്വന്തം പോക്കറ്റിൽ നിന്നായിരുന്നോ ഇതിന്റെ പൈസയും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്? തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ ചെലവ് ഉള്ളൊരു വ്യക്തിയല്ല. നമ്മളിപ്പോ ഒരു ദിവസം കഴിഞ്ഞു പോകണമെങ്കിലും പച്ചവെള്ളം കുടിച്ചാണെങ്കിലും കഴിഞ്ഞു പോകാനുള്ള ഒരു മനസാന്നിധ്യത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ശൈലിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള യാത്രകളും പിന്നെ എന്താ പറയുക ഫോണാണ് നമ്മൾ മെയിൻ ആയിട്ട് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഫോൺ ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു 3 മാസത്തേക്കൊക്കെ ചാർജ് ചെയ്തിടുവാണല്ലോ. അപ്പൊ പിന്നെ അത് എന്തായാലും അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കോളാണ്. അപ്പം പണ്ടത്തെ പോലെ പണ്ട് ഒക്കെ സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ നമ്മൾ 1 രൂപയ്ക്ക് 1 മിനിറ്റ് കിട്ടി വിളിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുമ്പം ഈ നമ്മൾ 1 മാസത്തേക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് വിളിക്കാം എല്ലാവരെയും. അപ്പം അത് ഞാൻ അവിടെ ഉപയോഗിക്കുമായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ശരിക്കും നല്ലൊരു സമയം ഈ ഫോണിലൂടെയാണ് ഞാൻ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം.
പിന്നെ യാത്രകളൊക്കെ നടത്തിയതൊക്കെ തന്നെ വീട്ടുകാരെ കാശ് വെച്ചൊക്കെ തന്നെയാണ് പല യാത്രകളും പോകേണ്ടൊക്കെ വന്നത്. ആ സമയത്ത് നമ്മൾ ഏണിംഗ് അല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ പപ്പായുടെ കാശ് മേടിച്ചിട്ടാണ് ഇങ്ങനെ ഒക്കെ ഓക്കെ. പോക്കുവരവും കാര്യങ്ങളൊക്കെ ഓക്കെ. അങ്ങനെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് അമലിന്റെ ഈ എംടെക് പ്രോജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് നടക്കുന്നു അതെ തോന്നുന്നു അതെ അല്ലേ? കാരണം ഞാനും അതായത് എംടെക് പഠിച്ച കാരണം കൃത്യം അറിയാം പ്രോജക്റ്റിന്റെ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു പേഴ്സണൽ ടെൻഷനും കാര്യങ്ങളൊക്കെ കൃത്യം ആ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ പാരലായിട്ട് നടത്തുന്നത് അല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഈ പ്രോജക്റ്റ് ശരിക്കും പറഞ്ഞാൽ എന്നെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യം. കാര്യം ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റാസ് എല്ലാം ഒതന്റിക് ആയിരിക്കണം. അപ്പൊ അതെ, അതെ. നമ്മൾ ഈ ഡേറ്റാസ് എല്ലാം ഒതന്റിക് ആയിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ കൃത്യം ഒതന്റിക് സൈറ്റിൽ നിന്ന് വേണം നമ്മൾ ഡേറ്റാസ് കളക്ട് ഉം, ഉം, ചെയ്യാനായിട്ട്. ഉം, ഉം. അപ്പം അങ്ങനെ നമുക്ക് എവിടുന്നെങ്കിലും കിട്ടുന്ന ഒരു ഡേറ്റ വെച്ച് നമുക്ക് ഒരു കാര്യം അവതരിപ്പിക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്തൊക്കെ ചെക്കിംഗ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സർക്കാരിന്റെ സൈറ്റിലും അങ്ങനെയൊക്കെ കയറി ഒരു ഒതന്റിക് ഇതിനകത്ത് എത്രമാത്രം ഒതന്റിസിറ്റി ഉള്ള ഡേറ്റ ഉം, വേണം, ഉം. അത്രമാത്രം ഒതന്റിസിറ്റി ഉള്ള ഡേറ്റ തപ്പി പോവുകയും ഈ ഗവൺമെന്റ് ഓർഡറുകള്, ഈ സർക്കാരിന്റെ സൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ, അവരുടെ റിപ്പോർട്ടുകൾ, അതിൽ നിന്നാണ് ഞാൻ ഡേറ്റ കളക്ട് ചെയ്തത്. ഓക്കെ. അല്ലാതെ ആൾക്കാർ എന്തെങ്കിലും എഴുതുന്നതിന്റെ ബേസിലോ അല്ലെങ്കിൽ പറയുന്നതിന്റെ ബേസിലോ അങ്ങനെയൊന്നും തന്നെ ഞാൻ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ടില്ല. ഉം, അപ്പൊ ഉം, എല്ലാം തന്നെ ഉം. ഗവൺമെന്റ് ഓർഡർ ഇപ്പൊ നമ്മുടെ കയ്യിൽ വിവരമുണ്ട്, റെഫറൻസിന് സാധനമുണ്ട്. ആ, ആ, ആ. മാത്രമല്ല ആ സമയങ്ങളില് ഈ സർക്കാരിന്റെ ഒക്കെ ചില കാര്യങ്ങൾ ലൂപ്പ് ഹോൾസിനെ പറ്റിയൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിച്ചു. ഉം, അതായത് ഉം. ഏത് വിഷയത്തിലാണെങ്കിലും നമുക്ക് കുറച്ച് ലൂപ്പ് ഹോൾസ് കാണുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഈ ലൂപ്പ് ഹോൾസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ തേടി കണ്ടുപിടിക്കാനുള്ള ഒരു ത്വരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഈ ഡേറ്റാസ് കളക്ട് ചെയ്യാണ്ടൊക്കെ ശരിക്കും ഈ പ്രൊജക്ട് സമയവും കൂടെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഓക്കെ. ആ ഒരു കാലയളവിലാണ് കുറച്ച് കൂടുതൽ ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നത്. പിന്നെ മാത്രമല്ല പ്രൊജക്ട് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഈ ഒരു കോട്ടയത്ത് സിറ്റിംഗ് നടക്കുന്നത്, ഫസ്റ്റ് ഈ ന്യൂനപക്ഷ ഉം, ഉം. കമ്മീഷന്റെ സിറ്റിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പം അന്ന് ഞാൻ അവിടെ ഓടിച്ചില്ലുകയും മാത്രമല്ല എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് ഈ CBCയുടെ അന്നത്തെ ആ ലേറ്റി കമ്മീഷന്റെ റിപ്പോർട്ടാണ്. ലേറ്റി കൗൺസിലിന്റെ ഒരു സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ ഷെവലിയാർ ബീസവാസ് സാറിനെ അന്ന് ഇങ്ങനെ ഫോണിൽ ബന്ധപ്പെടുകയും സാറിനോട് ഈ വിവരമെല്ലാം പറയുകയും ചെയ്തു. കാര്യം സാറിന്റെ ഒരു ലേഖനവും ജിൻസ് തലപ്പറമ്പിൽ എന്ന് പറഞ്ഞ ചേട്ടന്റെ ലേഖനവും അന്ന് ദീപികയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് അത് നമുക്ക് വലിയ ഹെൽപ്പായി. കാര്യം ഈ ന്യൂനപക്ഷ വിഷയങ്ങളിൽ ആളുകളിലേക്ക് എത്താനായിട്ടുള്ള ഒരു സാധനം ഇവിടെ വന്നിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ഇവര് രണ്ടുപേരെ ഞാൻ ബന്ധപ്പെടുകയും അവസാനം സെബാസ് സാറിന്റെ ഒരു എന്താ പറയുന്ന ഒരു നേതൃത്വത്തില് ഇങ്ങനെ ഒരു റിപ്പോർട്ട്, ഒരു CBC ലേറ്റി കൗൺസിലിന്റെ ഒരു റിപ്പോർട്ട് ഞങ്ങളുടെ രണ്ടിന്റെയും ഒക്കെ ഡേറ്റാസ് ഒക്കെ വെച്ച് അദ്ദേഹം തയ്യാറാക്കുകയും ആ റിപ്പോർട്ട് അവിടെ കോട്ടയത്ത് ഈ ഒരു ന്യൂനപക്ഷ കമ്മീഷന് നൽകുകയും ചെയ്തു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിവരങ്ങൾ ആളുകളിലേക്ക് എത്തണം, അത് ആളുകൾ കൂടുതൽ ഈ റിപ്പോർട്ടുകൾ ഇനി കൊടുക്കണം, ഇവിടെ കമ്മീഷന് മുമ്പിൽ കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവരുടെ രണ്ടുപേരുടെയും ഈ ദീപികയുടെ ലേഖനങ്ങളും ഞാൻ എഴുതിയ ലേഖനങ്ങളും അത് മാത്രമല്ല ഈ CBCയുടെ ഈ റിപ്പോർട്ട് ഞാൻ എന്ത് ചെയ്തു, പല ഗ്രൂപ്പുകളിലും പല ആൾക്കാർക്കും എല്ലാം തന്നെ ഷെയർ ചെയ്തു. കാര്യം ഇങ്ങനെ ഒരു കമ്മീഷൻ സിറ്റിംഗ് നടത്തുന്നതായിട്ടോ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്താണെന്നോ ഞാനിങ്ങനെ പലരോടും വിളിച്ചു പറഞ്ഞാലും ഇവരെല്ലാം ഇങ്ങനെ തള്ളിക്കളയുക. ഇതിന്റെ പ്രാധാന്യം നമ്മൾ ആ സമയത്ത് പറയുന്ന പോലെ ആൾക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെ, അപ്പൊ അതെ. അതുകൊണ്ട് തന്നെ ഇതിന് പ്രാധാന്യം എന്താണെന്ന്, ഇത് സഭ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യമാണെന്ന് കാണിക്കാനായിട്ട് ഈ CBCയുടെ റിപ്പോർട്ടൊക്കെ ഞാൻ മുന്നോട്ട് വെച്ചാണ് ഇവരൊക്കെ ബോധിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ സംഘടനകളുടെ നേതാക്കളെയും മറ്റ് സഭയിലെ അംഗങ്ങളെയും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ വെച്ച് അന്ന് അങ്ങനെ ഒരു ബോധവൽക്കരണം അന്ന് കുറെ നടത്തുകയുണ്ടായി. അപ്പൊ മാത്രമല്ല എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറെ കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് മാത്രമല്ല ഈ ഞാൻ എഴുതിയ റിപ്പോർട്ടുകൾ തന്നെ, ഞാൻ എഴുതിയ ലേഖനങ്ങൾ തന്നെ പലർക്കും അയച്ചു കൊടുത്തിട്ടും പലരും പത്തനംതിട്ടയിലൊക്കെ ഞാൻ ചെല്ലുമ്പം ഒരു ചേച്ചി ഇങ്ങനെ റിപ്പോർട്ട് അവതരിപ്പിക്കുവാണ് ഈ ന്യൂനപക്ഷ കമ്മീഷൻ മുമ്പ്. അവതരിപ്പിക്കുന്ന റിപ്പോർട്ട് ഞാൻ എഴുതിയ റിപ്പോർട്ടാണ്. അപ്പൊ ചേച്ചിയുടെ സംഘടനയുടെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കണ്ടെത്തിയ വിവരങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഈ റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കുക. അപ്പൊ കാര്യം സന്തോഷമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പലർക്കും ഷെയർ ചെയ്ത സാധനങ്ങളെല്ലാം നമ്മളറിയാതെ പല ആൾക്കാരുടെ കയ്യിലേക്ക് എത്തുന്നു, അവരൊക്കെ ഈ വിവരം പഠിക്കുന്നുണ്ട്, ഇതിവിടെ അവതരിപ്പിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പത്തനംതിട്ട ജില്ലയിലും തൃശ്ശൂരും നമ്മുടെ ഇടുക്കിയിലും കോട്ടയത്തും എറണാകുളത്തും ഒക്കെ ഞാൻ അന്ന് സിറ്റിങ്ങിനായിട്ട് പോവുകയുണ്ടായി. അപ്പൊ ഞാൻ അതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ പഠനത്തെ പറ്റി ആർക്കും ഒരു ധാരണയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ വന്ന് ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഒരു ഗൗരവമുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അന്ന് ആദ്യം ഈ ആളുകൾ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ. ഉം. അപ്പൊ അതിനകത്ത് എറണാകുളത്ത് സിറ്റിങ്ങിന് പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേദന ഉണ്ടായത്. അന്ന് കാര്യമായിട്ട് തന്നെ ആരും തന്നെ ഒരു ക്രിസ്ത്യാനികളോ പിന്നോക്കാവസ്ഥ വിഷയങ്ങളോ സംവരണ ന്യൂനപക്ഷ വിഷയങ്ങളോ ഒന്നും തന്നെ അവിടെ പരാമർശിക്കുന്നതായിട്ട് പോലും നമ്മൾ കാണുന്നില്ല. അപ്പൊ അങ്ങനെ കാണാത്തപ്പോഴാണ് ഞാൻ പിന്നെ KCBC പോയി എന്റെ സങ്കടമൊക്കെ പറയുകയൊക്കെ ചെയ്തെന്ന് ഞാൻ സൂചിപ്പിച്ചത്.
പിന്നീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചങ്ങനാശ്ശേരിയുടെയൊക്കെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഇപ്പോഴത്തെ പ്രധാന മെത്രാനായിരിക്കുന്ന നമ്മുടെ തറയിൽ പിതാവിനെ അന്ന് പോയി കാണുകയും ഒക്കെ ആയിട്ട് പോയി കാണുകയും അന്ന് പിതാവിനോട് പറയുകയും പിതാവ് അതിനെ സ്വീകരിച്ചു, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും പിതാവ് സംഘടനകളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അവിടെ പോയി അവർക്കൊരു ക്ലാസ് കൊടുത്തതിനെ പറ്റി ബോധവൽപ്പിക്കുകയും പിന്നെ മാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ പല പല സഭാ സംഘടനകൾക്കൊക്കെ ഞാൻ അന്ന് അയച്ചു കൊടുത്തു. അപ്പൊ ഞാനന്ന് കുത്തിയിരുന്ന് ഇങ്ങനെ ഗൂഗിൾ എടുത്തിട്ട് നമ്മുടെ ഈ വെബ്സൈറ്റുകളുണ്ടല്ലോ, അതായത് ഓരോ സഭയുടെ വെബ്സൈറ്റുകളൊക്കെ. അപ്പൊ സഭകളുടെ വെബ്സൈറ്റ് എടുക്കുന്നു, KCBC വെബ്സൈറ്റ് എടുക്കുന്നു, ഈ നമ്മുടെ KCYM-ന്റെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്നോ എവിടുന്നോ ഫേസ്ബുക്കിൽ നിന്നോ എവിടുന്നൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ നമ്പർ കിട്ടാവോ ആ നമ്പർ എല്ലാം കളക്ട് ചെയ്ത് ഓരോ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നു. ഇവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പിലും ഒക്കെ തന്നെ ഈ കണ്ടന്റുകൾ കൊടുക്കുന്നു. കാര്യം ഇത് ബോധവൽക്കരിക്കണം ആദ്യം ആൾക്കാരെ. അപ്പൊ അങ്ങനെ അന്ന് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഇങ്ങനെ മുഴുവൻ സമയമായിട്ട് ഇതിന് പുറകെയായി ഇങ്ങനെ ബോധവൽക്കരിച്ചാണ് പിന്നെ ഇങ്ങനെ ആലപ്പുഴ അന്ന് നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു, ഇടുക്കിയിൽ നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു, നമ്മുടെ എന്താ പറഞ്ഞ പത്തനംതിട്ട നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. തൃശ്ശൂർ ഞാൻ ഒരു ദിവസം മുമ്പേ പോയി അവിടെ ഒന്ന് ഒരു ബോധവൽക്കരണമൊക്കെ നടത്തിയിട്ട് പിന്നെ അന്ന് മീറ്റിംഗിന്റെ സമയത്തും നല്ല രീതിയിൽ ഒരു പങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ അന്ന് ഇരിഞ്ഞാലക്കുട രൂപതയിൽ പോയി അവിടെ പോയി പിതാവിനെയൊക്കെ കാണുകയും വിഷയം പറയുകയും ചെയ്തു. അവരും വന്ന് ഇതിനകത്തൊക്കെ പങ്കെടുത്തു. അപ്പൊ അങ്ങനെ ഓരോ ജില്ലകളും പിന്നെ മാറി മാറി പോകുമ്പോൾ നല്ല പങ്കാളിത്തമായിട്ട് നല്ല ഒരു ചലനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിക്കാൻ പറ്റി. കാര്യം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നമ്മൾ ഇവരെ പഠിപ്പിക്കുന്നത്. അതെ അതെ. ഇങ്ങനെ ഒരു പിന്നോക്കാവസ്ഥ വിഷയം ഉണ്ടെന്നും ന്യൂനപക്ഷ വിഷയങ്ങൾ ഉണ്ടെന്നും ഈ പറയുന്ന സംവരണത്തിൽ നമുക്ക് സംവരണം ഒരു അനിവാര്യ ഘടകമാണെന്നും കാര്യം നമ്മളെല്ലാം എന്തോ മുന്നോക്കമാണ് വലിയ ആളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അവരെയൊക്കെ തിരിച്ച് ഇതിന് യാഥാർത്ഥ്യം മനസ്സിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ക്ലേശകരമായിരുന്നു. മാത്രവുമല്ല നമ്മുടെ സംവിധാനത്തെ സംബന്ധിച്ചോളം നമ്മുടെ നേതാക്കൾ എല്ലാവരും തന്നെ ഒരു ഫ്രീ സർവീസ് ചെയ്യുന്നവരാണ്. അപ്പം സൗജന്യ സേവനം നൽകുന്നത് കൊണ്ട് അവർക്ക് ഈ പാവപ്പെട്ടവന്റെ ഒരു കഷ്ടപ്പാടിന്റെ ആ ഒരു ജീവിത സാഹചര്യം പലപ്പോഴും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും ഒരു പാവപ്പെട്ടവന്റെ ഒരു ദാരിദ്ര്യം മാറാനായിട്ടുള്ള എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു പുനരുദ്ധാരണത്തെക്കാൾ ഉപരിയായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ സർക്കാരിന്റെ പല കാര്യങ്ങളിലൊക്കെ ഉന്നയിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായും ഈ അടിത്തട്ടിൽ നിന്നുള്ള ഒരു കാര്യങ്ങള് ഈ മേൽത്തട്ടിലെ ആൾക്കാരെ ഒന്ന് ബോധവൽക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിവാര്യമാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി അനവധി ക്ലേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കറിയാം അത് തിരസ്കരണം ഉണ്ടാകും, ആൾക്കാർക്ക് ഇത് മനസ്സിലാകത്തില്ല, അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് എടുത്ത് തന്നെ മുന്നോട്ട് പോവുക. അതായത് ഞാൻ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് എനിക്ക് അന്ന് നല്ലൊരു ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അത്രമാത്രം അമല ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം M.Tech പഠനം കഴിയുന്നു, ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടൊരു സമയമാണ്, ജോലി അന്വേഷിക്കേണ്ട ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ പാരലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ 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 അതെ. കാര്യം അന്ന് തന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ്, ഞാൻ ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അതായത് ഈ പിന്നോക്കാവസ്ഥ അന്ന് ന്യൂനപക്ഷ കമ്മീഷൻ മെമ്പർ എന്നോട് പറഞ്ഞു, അമല് വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, അമല് ഇതിനു വേണ്ടി ഓടി നടക്കുന്ന പോലെ ഒന്നും ഇവിടെ ആരും ഓടി നടക്കത്തില്ല, ആരും ഇതിന് പ്രാധാന്യം ഒന്നും കൊടുക്കത്തില്ല, സഭയിൽ നിന്ന് പോലും ഇതിനൊരു സപ്പോർട്ട് അമലിന് കിട്ടത്തില്ല. കാര്യം ഇതിനു മുമ്പ് പുള്ളിക്കാരി അതായത് മീൻസ് നമ്മുടെ കമ്മീഷൻ മെമ്പറായിട്ടുള്ള ബിന്ദു മാഡം പല സ്ഥലങ്ങളിലും പല സിറ്റിങ്ങുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നടത്തുന്ന സമയങ്ങളിലൊക്കെ മാഡത്തിന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടിൽ നിന്നാണ് മാഡം ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അതായത് ഇതിനൊന്നും ശ്രദ്ധിക്കാനായിട്ടൊരു സംവിധാനം നമുക്കില്ല, അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ എന്ന രീതിയിൽ മാഡം. അപ്പം എനിക്കതൊരു വാശിയായിരുന്നു, ഇങ്ങനെയല്ല, എനിക്കതിന് പ്രാധാന്യം എന്നൊരു ബോധ്യം ഉള്ളത് കൊണ്ട് ഒരു വാശിയായിട്ടാണ് ഞാൻ ഇതിനു വേണ്ടി മുഴുവൻ ഇറങ്ങിയത്. അപ്പൊ അങ്ങനെ ഇറങ്ങിയാണ് ഞാൻ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ കുറെ ട്രോളുകൾ അന്ന് ഉണ്ടാക്കി, ഒത്തിരി ട്രോളുകൾ ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ സ്വന്തമായിട്ടിരുന്ന് ട്രോളുകൾ ഉണ്ടാക്കുക, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സഭയുടെ പല സംഘടനകളെയൊക്കെ കുത്തിക്കൊണ്ടാണ് ഞാൻ ട്രോൾ ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞു അവരെ അഗാധമായി വേദനിപ്പിക്കാനായിട്ടല്ല, പകരം ഇതുപോലുള്ള വിഷയങ്ങളിലേക്ക് അവർ ശ്രദ്ധ കൊടുക്കാനായിട്ട്. അപ്പൊ ഈ വിഷയങ്ങളിൽ അവരെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലേ എന്ന് ചോദിച്ച് പ്രതികരിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ പ്രതികരിപ്പിക്കുന്ന രീതിയിലേക്ക് ധാരാളം ട്രോളുകൾ ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു പോസ്റ്റേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ കാര്യം ഈ നേതാക്കളിലേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ എത്തുമ്പോഴാണ് നേതാക്കള് അയ്യോ ഇങ്ങനെ കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അവസാനം ഇവര് പഠിക്കാനായിട്ടോ പ്രതികരിക്കാനായിട്ടോ ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് എല്ലാവരും കുത്തി ഇളക്കിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ അങ്ങനെ അന്ന് ഇളകിയ അതുകൊണ്ടാണ് കുറെ പേരും പ്രതികരണങ്ങൾ നടത്തിയത്. ഇല്ലെങ്കിൽ എന്നെ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പിന്നോക്കാവസ്ഥയെ പറ്റി പഠനമൊക്കെ നടത്തിയ അവസാന സമയത്ത് ചിലപ്പോൾ എന്ത് സംഭവിക്കും,
ഇതിനെ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ കാണുന്ന പോലെ തന്നെ ഇതിനെ എതിർക്കാനായിട്ട് ആൾക്കാർ വരും. ഇപ്പൊ നമുക്കറിയാം പല പല നമ്മുടെ ക്രൈസ്തവ വിഷയങ്ങളിലും നമ്മുടെ ആളുകൾ തന്നെ നമുക്ക് ഇതിനെ എതിര് പറയാനായിട്ട് വരും. അല്ലെങ്കിൽ ഇതിനെ എതിർക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിനെ കുറ്റം പറയാനായിട്ടോ, അല്ലെങ്കിൽ ഇത് മോശമാണെന്നോ ശരിയല്ലെന്നോ ഒക്കെ പറയാനായിട്ട് നമ്മുടെ ഇടയിൽ തന്നെ ആളുകൾ വരും. അപ്പൊ എന്റെ ഒരു ലക്ഷ്യം ഇതായിരുന്നു. കാര്യം നമ്മുടെ ഇടയിൽ നിന്ന് എല്ലാവർക്കും ഇതിനകത്ത് ഒരു അവയർനെസ് ഉണ്ടായ എതിർത്ത് പറയാനായിട്ട് ആരും തന്നെ ധൈര്യപ്പെടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എല്ലാവരെയും കൊണ്ട് ഞാൻ പ്രതികരണം നടത്തിച്ചു. അതായത് KCYM കൊണ്ടും AKCCയെ കൊണ്ടും അങ്ങനെയുള്ള എല്ലാ സഭാ സംഘടനകളെ കൊണ്ടും രൂപതകളെ കൊണ്ടും എല്ലാം പ്രതികരണം നടത്തിച്ചു. അങ്ങനെ പ്രതികരണം നടത്തിയപ്പം ഇനി ഒരു കാര്യം വന്നാലും പറയാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചതാണ് എന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഈ പിന്നോക്കാവസ്ഥ റിപ്പോർട്ട് അന്ന് 2019 ഡിസംബറിൽ ഈ ബിന്ദുമാടം ഉണ്ടാക്കി മറ്റ് മെമ്പർമാർക്ക് നൽകുന്നുണ്ട്. അപ്പൊ അന്ന് ഈ 80/20 വിഷയമുണ്ട്, മറ്റൊരു വിഷയമുണ്ട്, നമ്മുടെ EW സംവരണം വന്ന് വരുന്ന സമയമാണ്, അതിന്റെ വിഷയങ്ങളുണ്ട്. മാത്രമല്ല മറ്റു പല നമ്മുടെ ഈ സാമുദായിക മറ്റു വിഷയങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഒന്നും തന്നെ പേരെടുത്ത് പറയുന്നില്ല, ആ വിഷയങ്ങളെല്ലാം തന്നെ അതിനകത്തുണ്ട്. അപ്പം അതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടങ്ങിയ ഒരു രീതിയിലാണ് അന്ന് ഈ റിപ്പോർട്ട് സിറ്റിംഗ് അവസാനിക്കുന്നത്. അന്ന് മലപ്പുറം ജില്ലയിലായിരുന്നു അവസാനത്തെ സിറ്റിംഗ് നടന്നത്. ആ സിറ്റിംഗ് അവിടെ ഭയങ്കര അടിയുണ്ടാകുന്ന ഒരു സാഹചര്യം വരെ അന്ന് ഉണ്ടായിരുന്നു. കാര്യം ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉന്നയിച്ചപ്പം അവിടെയുള്ള കമ്മീഷൻ മെമ്പർ, മറ്റേ ഈ നമ്മുടെ വനിതാ മെമ്പർ അല്ലാതെ മറ്റ് കമ്മീഷൻ മെമ്പർമാരൊന്നും അത്രമാത്രം താല്പര്യത്തോടെ അല്ല പിന്നെ അവസാനം ഇത് കേട്ടത്. കാര്യം അവരുടെയൊക്കെ പിടിവിട്ടു പോയി. അപ്പൊ അങ്ങനെ വന്നിട്ട് അവസാനം നമ്മളെ ഈ റിപ്പോർട്ട് ഇന്ന് വരെയും സർക്കാരിന് ഇവർ സമർപ്പിച്ചിട്ടില്ല. അതാണ് അതിനകത്തെ ഒരു വൈരുദ്ധ്യം നമ്മൾ കാണേണ്ടത്. അത്രമാത്രം അവര് ഈ പേടിക്കുന്ന ഈ റിപ്പോർട്ടിനെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ചില സംഘടനാ ശക്തികളുടെ സമ്മർദ്ദം മൂലമൊക്കെ ആയിരിക്കാം അന്ന് ഈ കമ്മീഷന്റെ ചെയർമാനായിട്ടുള്ള വ്യക്തി ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചില്ല. അങ്ങനെ അവസാനം പിന്നെ ജൈവിക്കോ അങ്ങനെ ഈ സാധനം ആളിക്കത്തി ഈ ഡിസംബർ മാസം 2019 ഡിസംബർ മാസങ്ങളിലൊക്കെയാണ് ഒരു മാസ് പെറ്റീഷൻ ആയിട്ട് നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒക്കെ ആയിട്ട് ഒരു മാസ് പെറ്റീഷൻ ആയിട്ട് പരാതികളും നിവേദനങ്ങൾ ഈ പിന്നോക്കാവസ്ഥയെ പറ്റി കൂടുതൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നിവേദനങ്ങളൊക്കെ വരുന്നത്. എനിക്കൊന്ന് 1,00,000-ലധികമായിട്ടുള്ള നിവേദനങ്ങളൊക്കെ അന്ന് വന്നു. അപ്പൊ ആ നിവേദനങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തും ഒക്കെ നമ്മുടെ പിതാക്കന്മാര്, പ്രത്യേകിച്ച് ഇടമലബാർ സഭയിലെ നമ്മുടെ പിതാക്കന്മാര്, നമ്മുടെ ചങ്ങനാശ്ശേരി രൂപതയിലെ പിതാവും പല രൂപതയിലെ പിതാവും ഒക്കെ ആയിട്ട് അവരെല്ലാം കൂടെ മുഖ്യമന്ത്രിയെ പോയി കാണുന്നുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയെ പോയി കണ്ട് അവസാനം ഒരു നിവേദനമൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് പിന്നെ JB കോശി കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷനെ സർക്കാർ നിയോഗിക്കാനായിട്ട് അവിടെ മുൻകൈ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു JB കോശി കമ്മീഷൻ പിന്നെ വരുന്നു. ആ വരുന്ന സമയത്ത് തന്നെ നമ്മള് ബാക്കി കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി, അതായത് ലെജിസ്ലേച്ചർ വഴി, അതായത് നിയമനിർമ്മാണ സഭയിലൂടെ നമുക്ക് ഈ 80/20 പോലുള്ള വിഷയങ്ങൾക്കൊന്നും നീതി കിട്ടത്തില്ലെന്ന് മനസ്സിലായി. കാര്യം ഞാൻ പല MLA-മാരെ MP-മാരെ ഒക്കെ പോയി കാണുകയും ഈ വിഷയം സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവരെല്ലാം ശരിയാന്ന് വെക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇടപെടാനൊന്നും അവർക്ക് ധൈര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കാര്യം അവിടെ നമ്മുടെ കേരള നിയമസഭയിൽ ഉന്നയിച്ചാലും നടക്കത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് അവസാനം ജുഡീഷ്യറി മാത്രമേ ഉള്ളൂ ശരണം എന്ന രീതിയിലേക്ക് ഞാൻ പിന്നെ ധാരാളം അന്ന് ഈ സീറോ സഭയുടെ ഒരു അസംബ്ലി ആ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിവരങ്ങൾ എനിക്ക് കിട്ടി. അതിനകത്തുനിന്ന് അന്ന് പങ്കെടുത്ത ആളുകളുടെ പേരും ഫോൺ നമ്പറും കിട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് പങ്കെടുത്ത സമുദായ സ്നേഹം വേണമല്ലോ കുറച്ചൊക്കെ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഈ പങ്കെടുത്ത ആളുകളുടെ പേരിനോട് ചേർന്നുള്ള നമ്പർ വെച്ച് ഞാൻ വിളിച്ചു. അതായത് ഈ അഡ്വക്കേറ്റുമാരും ജഡ്ജിമാരൊക്കെ ഉണ്ട് അതിനകത്ത്, പഴയ ജഡ്ജിമാരും അഡ്വക്കേറ്റുമാരൊക്കെ ഉണ്ട്. അവരെ എല്ലാം ഞാൻ തച്ചിന് കുത്തിയിരുന്ന് വിളിച്ചു. അങ്ങനെ കുത്തിയിരുന്ന് വിളിച്ചിട്ട് അവരോടെല്ലാം ഈ കാര്യം പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെ വിഷയമുണ്ട്, അതിനകത്ത് ഇടപെടാൻ പറ്റുമെന്ന്. അന്ന് ശരിക്കും പറയാം ജസ്റ്റിൻ പള്ളിവാതിക്കൽ സാറിനെയും അന്ന് ഞാൻ വിളിച്ചത് ആ കൂട്ടത്തില്. അപ്പൊ അത് കഴിഞ്ഞ് കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ മാണിയച്ചൻ, അന്നത്തെ എന്റെ ഇടവകയുടെ വികാരിയായിരുന്നു, നമ്മുടെ DPA-യുടെ നേരത്തെ MD ആയിരുന്ന മാണിയച്ചൻ. അപ്പൊ മാണിയച്ചനാണ് എന്നോട് പറഞ്ഞത് ഇന്നൊരു അഡ്വക്കേറ്റ് ഉണ്ട്, നീ ഒന്ന് ബന്ധപ്പെടാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് അഡ്വക്കേറ്റ് PP ജോസഫിനെ ബന്ധപ്പെടുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിനോടും ഈ കാര്യം പറഞ്ഞു. അദ്ദേഹവും താല്പര്യപൂർവ്വം ഇത് എടുക്കാതെ ആയി. അങ്ങനെ അവസാനം അവിടെ എറണാകുളത്ത് നിന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ ഒരു വക്കീൽ കൊണ്ടുവന്നു. അദ്ദേഹത്തെയും കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചു. അവർക്കെല്ലാം വിവരങ്ങളെല്ലാം ഫോട്ടോ കോപ്പി എല്ലാം എടുത്തത് കൊടുത്തു. മാത്രമല്ല അന്ന് ആ സമയങ്ങളിലാണ് തന്നെ ജസ്റ്റിൻ ചേട്ടനും ഇതുപോലെ ജസ്റ്റിൻ സാറും ഇതുപോലെ എന്നെ വീണ്ടും തിരിച്ചു വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ തിരിച്ചു വിളിച്ച് ജസ്റ്റിൻ സാറിനും വേണ്ട ഡേറ്റാസും എല്ലാം കൊടുത്തു. രണ്ടുപേരും ഹൈക്കോടതിയിൽ പോയി. രണ്ടുപേർക്കും അനുകൂല വിധിയും കിട്ടി. അത് മാസങ്ങളെടുത്തൊരു പ്രക്രിയയാണത്. അപ്പൊ അങ്ങനെ അനുകൂല വിധി കിട്ടി. അപ്പൊ എനിക്ക് ഈ കോടതി കാര്യങ്ങളിൽ എനിക്ക് അത്രമാത്രം ഞാനൊരു എഞ്ചിനീയർ മേഖല ആയതുകൊണ്ട് അത്രമാത്രം അറിയില്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് ആ ഒരു മേഖലയിലേക്ക് സത്യത്തിൽ ഞാൻ പോയിട്ടില്ല. അപ്പം ഈ വാദപ്രതിവാദങ്ങളിൽ നമ്മള് അത്രമാത്രം ഒരു അഡ്വക്കേറ്റിന്റെ
ഒരു നിലയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുക ഒരു ബാക്കപ്പ് ഇല്ലാത്ത ആളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അത്ര ഇടപെടേണ്ടെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. മാത്രമല്ല ഫിനാൻഷ്യലി ആണെങ്കിലും എനിക്ക് ഒരു കപ്പാസിറ്റി ഇല്ല, എനിക്കൊരു സേവിങ്സ് ഇല്ല, കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരു സ്വന്തമായ ഒരു കേസ് കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവർ ഈ കോടതിയുടെ കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്രെഡിറ്റ് തന്നെയാണ്. ഇവിടെ ജോസഫ് സാറിന്റെയും ജിസിൻ സാറിന്റെയും തന്നെ ക്രെഡിറ്റ് ആണ്. കാര്യം ഈ ഡേറ്റാസ് എല്ലാം കൊടുത്തത് മാത്രമാണ് എന്റെ ക്രെഡിറ്റ്. അതായത് ഡേറ്റാസ് ആണ് അതിന് വേണ്ടത്. അപ്പൊ അതിനുള്ള ഈ ഡോക്യുമെന്റുകളെല്ലാം ഈ ഗവൺമെന്റ് ഓർഡറുകളും അതിനുള്ള പഠനങ്ങളും കാര്യങ്ങളും എല്ലാം അതിനെല്ലാം കോപ്പി എടുത്ത് കൊടുക്കുകയും അവരെ പഠിപ്പിക്കുകയും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം കോടതിയിൽ അവര് കേസിന് പോവുകയും അതിനകത്ത് 2 പേർക്കും അനുകൂല വിധി കിട്ടി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതിനകത്ത് 6 മാസം കൊണ്ട് സർക്കാരിനോട് നടപടി എടുക്കാനായിട്ട് പി ജോസഫ് സാറിന്റെ വിധി പറഞ്ഞപ്പം ജിസിൻ സാറിന്റെ വിധി വന്നത് കടുത്ത ഭരണഘടനാ ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ നടപ്പിലാക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒരു ജഡ്ജി വന്നത്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ ചാനലുകളിൽ വാർത്തയായ സാധനം പെട്ടെന്ന് ചാനലുകൾ അത് മാറ്റി കളഞ്ഞെങ്കിലും അത് ജനങ്ങളിലേക്ക് നമുക്ക് പിന്നെ എത്തിക്കാൻ പറ്റി. അപ്പൊ വീണ്ടും നമ്മൾ ഇതുപോലെയുള്ള പോസ്റ്റേഴ്സും മറ്റു കാര്യങ്ങളിലൂടെയാണ് ജനങ്ങളെ ഈ വിവരങ്ങൾ വീണ്ടും അറിയിക്കുന്നത്. അപ്പൊ അങ്ങനെ അറിയിച്ചാണ് ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ഒക്കെ മനസ്സിലാക്കിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർഗീയതയാണ്, അതാണ് ഇതാണ്, ഇത് ചുമ്മാ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, ഇതിനകത്ത് സത്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആളുകൾ തന്നെ വരും. അപ്പം തീർച്ചയായിട്ടും ഇവിടെ ഇപ്പം സഭാ സംഘടനകളെല്ലാം പ്രതികരണം നടത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് വസ്തുതകൾ ഉണ്ടെന്ന് സഭയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാര് ചുമ്മാ ഇരുന്ന് പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ തള്ളി പറയാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ലാതാക്കി ഞാൻ. അപ്പൊ അതാണ് അതിനകത്ത് നടന്നൊരു കാര്യം. അപ്പം എന്നിട്ട് പിന്നെ എന്നാ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ നമ്മള് പിന്നെ ഈ സർക്കാർ നമുക്കറിയാം പിന്നെ ഈ 6.4 കോടി രൂപ ക്രിസ്ത്യൻ അപേക്ഷകർക്കായിട്ട് നീക്കി വെച്ചു, ജനസംഖ്യ അനുപാതികമാക്കി. അപ്പൊ ആ സമയത്ത് തന്നെയായിരുന്നു ഭാഗ്യം എന്ന് പറയട്ടെ ഈ മുഖ്യമന്ത്രി ഈ വകുപ്പ് ഏറ്റെടുക്കുന്ന സമയം കൂടിയായിരുന്നത്. അപ്പൊ മുഖ്യമന്ത്രി വകുപ്പ് ഏറ്റെടുത്ത കഴിഞ്ഞ ഒരു സമയത്താണ് ഈ വിധി വരുന്നത്. അപ്പൊ എല്ലാം ആ ഒരു സമയബന്ധിതമായിട്ടാണ് നടക്കുന്നത്. അപ്പം അത് നമുക്കൊരു ഭാഗ്യമായി. അപ്പം മാത്രമല്ല പിന്നെ എന്നെ സംബന്ധിച്ചോളം എന്റെ ഒരു പ്രാഥമിക ഘട്ടം കഴിഞ്ഞു. അപ്പൊ അതായത് വിധി ലഭിച്ചു. പിന്നെ നമ്മുടെ ഈ പിന്നോക്കാവസ്ഥ ഒരു പഠനം നടത്തി. ആ പഠനം നടത്തിയതിന്റെ ഭാഗമായിട്ട് ജയിൽ കമ്മീഷനെ സർക്കാർ നിയമിച്ചു. അങ്ങനെ സഭയുടെ കോർട്ടിലേക്കും സർക്കാരിന്റെ കോർട്ടിലേക്കും ആയി. അപ്പൊ പിന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സഭ അതിനകത്ത് ഇടപെടാൻ ജെവി കമ്മീഷൻ വന്നത് സഭയുടെ കൂടെ ഒരു നിവേദന പ്രകാരം കൂടി ആയി മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ സഭയിൽ നിന്ന് കൃത്യമായ ഒരു സംവിധാനം ഈ പഠനം നടത്താനായിട്ട് ഓരോ രൂപതകളെയും ഒക്കെ ഏകോപിപ്പിക്കുന്ന സംവിധാനം സഭയിലേക്ക് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് സംവിധാനം അവിടെ ഉണ്ടാകാനായിട്ട് ഒരു ഇടയാക്കി. അപ്പം ഇടയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പിന്നെ അങ്ങ് വലിഞ്ഞു നിൽക്കുമായിരുന്നു. നമ്മുടെ ഒരു പ്രാഥമികമായ കാര്യം അലച്ചിലില് നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നമുക്കൊന്ന് ഒരു പിടിയില്ലാതായി പോയ ഒരു അവസ്ഥയായി വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മുടെ വ്യക്തി ജീവിതം കൈവിട്ടു പോകുന്നത് കണ്ടതുകൊണ്ട് പിന്നെ കുറച്ചങ്ങ് വലിഞ്ഞു നിൽക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ വലിഞ്ഞു നിന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ നമ്മൾ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്കറിയാം ഷക്കീനയുടെ ചാനൽ ചർച്ചകളൊക്കെ തന്നെ അന്ന് ഈ കാലഘട്ടം അത്രയും സജീവമായിട്ടൊക്കെ നമ്മൾ നിൽക്കുന്നുമുണ്ട്. പിന്നെ മാത്രമല്ല പിന്നെ വന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റേഴ്സിന്റെ അന്ന് റേഷന്റെ വിഷയമായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ സമയത്ത് അന്ന് നമ്മൾ ചാനൽ ചർച്ചകളൊക്കെ എപ്പോഴും വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ വീക്ഷിക്കുന്ന സമയത്താണ് ഇതുപോലെ നമ്മുടെ ഫസൽ ഗഫൂർ സാറൊക്കെ ഇതുപോലെ ബംഗാളികൾ അതായത് നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക്, നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് റേഷൻ കാർഡ് കൊടുക്കണം, അവർക്ക് സൗജന്യ റേഷൻ കൊടുക്കണം എന്നൊക്കെ വാദിക്കുന്നതായിട്ടൊക്കെ കാണുന്നത്. ഈ സമയത്താണ് ഒരു സിസ്റ്റർ എന്നോട് പറയുന്നത് ഇതുപോലെ അമലെ ഞങ്ങൾക്കൊന്നും റേഷൻ ഒന്നും കിട്ടുന്നില്ല, അതിനെന്തെങ്കിലും സംവിധാനം വല്ലതും ഉണ്ടോ അറിയാവോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം സാധാരണ എല്ലാവർക്കും തന്നെ റേഷൻ ഉണ്ട്, സൗജന്യ റേഷൻ സർക്കാർ ഇപ്പൊ അനുവദിച്ചിട്ടുമുണ്ട്. ഈ സിസ്റ്റർമാർ ഇവിടെ ഈ നാട്ടിൽ തന്നെയുള്ള ആൾക്കാരാണല്ലോ, നമ്മുടെ ഇടയിൽ തന്നെ ഇവിടെ കേരളീയനായിട്ട് മലയാളിയായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് റേഷൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് അതിശയമായിട്ട് ഞാൻ നേരെ തന്നെ മന്ത്രിയുടെ, അതായത് അന്ന് തിരുവനന്തപുരം സാറാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി, മന്ത്രിയുടെ ഓഫീസിലേക്ക് നേരെ സൈറ്റിൽ നിന്ന് ഫോൺ നമ്പർ എടുത്ത് വിളിച്ച് ഞാൻ ചോദിച്ചപ്പം അവിടുന്ന് തന്നെ മറുപടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു മൂവ്മെന്റ് ഒരു നീക്കത്തിലേക്ക് എന്നെ ചാടിച്ചത്. അതായത് അവിടുന്ന് തന്നെ മറുപടി ഇതാണ്: ഇങ്ങനെ ഒരു പരാതി ഇന്ന് വരെ അവർക്ക് ലഭിച്ചിട്ടില്ല. സിസ്റ്റർമാർക്ക് റേഷൻ കിട്ടുന്നുണ്ട്, അവർക്ക് റേഷൻ കാർഡ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് റേഷൻ കിട്ടുന്നുണ്ട്, അങ്ങനെ ഒരു പരാതി അവരുടെ ഇടയിൽ നിന്ന് വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയം ഇതന്നെ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ച് സിസ്റ്റർമാരെ വിളിച്ച് വീണ്ടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല, ഞങ്ങൾക്ക് കിട്ടുന്നില്ല, പണ്ടൊരു പെർമിറ്റ് പോലെ സംവിധാനം ഉണ്ടായിരുന്നു, അത് സർക്കാർ നിർത്തലാക്കി പിന്നെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീണ്ടും മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഇല്ലെന്ന് തന്നെയാണ് അവർ പറയുന്നത്, ഇനി സത്യാവസ്ഥ അറിയണമെങ്കിൽ അവർ തന്നെ പറയും, ഞാൻ ഇവിടുത്തെ നമ്പർ അവർക്ക് ഞാൻ കൊടുക്കാം, അവർ വിളിച്ചു എന്ന് പറഞ്ഞു.
എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ മന്ത്രിയുടെ ഓഫീസിലെ നമ്പർ എടുത്ത് നമുക്ക് അറിയാവുന്ന പരിചയത്തിലുള്ളവർ സിസ്റ്റർമാരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ഈ ഫോൺ നമ്പർ കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് ആ സമയത്ത് ഞാൻ റേഷൻ കടയിൽ ഇങ്ങനെ അരി മേടിക്കാൻ നിൽക്കുമോ എന്റെ പാടോടെ. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ്. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ചെയ്തു, വീണ്ടും മന്ത്രിയുടെ ഓഫീസിൽ ഒന്ന് വിളിച്ചു. സാർ അത് ബോധ്യപ്പെട്ടോ എന്ന് അറിയാനായിട്ട് വിളിച്ചപ്പോ അവര് പെട്ടെന്ന് എന്നോട് ദേഷ്യപ്പെടുകയുണ്ടായത്. ദേഷ്യപ്പെടുന്നതാണ്, നിങ്ങൾ ആരാ എന്താ, നിങ്ങൾ എന്തെങ്കിലും സംഘടിത മൂവ്മെന്റ് വല്ലതും നടത്തുന്നുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ സംഘടിത എന്തെങ്കിലും സംവിധാനത്തിന്റെ ഭാഗമാണോ, നിങ്ങൾ എന്തെങ്കിലും സംഘടനയുടെ ഭാഗമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. കാര്യം അവര് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധാരാളം കോളുകൾ അവർക്ക് വരുന്നു. അപ്പൊ ഈ പരാതി പറഞ്ഞുകൊണ്ട് ഇതുപോലെ റേഷൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ സിസ്റ്റർമാർ ധാരാളം പേര് പരാതികളായിട്ട് മുമ്പിലേക്ക് വരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഏറ്റവും മനസ്സിലായി അവസാനം ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പം ബോധ്യപ്പെട്ടില്ലേ, ഇപ്പൊ തീർച്ചയായിട്ടും നടപടി എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഞാൻ വീണ്ടും വെബ്സൈറ്റ് എടുത്തിട്ട് നമ്മുടെ IAS ഉദ്യോഗസ്ഥനായ ഡയറക്ടർ ഉണ്ട്, അദ്ദേഹത്തെ വിളിച്ചു. മാത്രമല്ല അവിടെ വകുപ്പിന്റെ മേലധികാരികളുള്ള ധാരാളം പേരുടെ നമ്പറുകൾ കിട്ടി. ആ കളക്ട് ചെയ്ത നമ്പറിൽ അവരെല്ലാം വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവസാനം IAS കാരായിട്ടുള്ള നമ്മുടെ സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾ അടുത്തൊരു മീറ്റിംഗ് കൂടുന്നുണ്ട്, ആ സമയത്ത് ഞങ്ങൾ ഇത് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് നൽകി. അവസാനം അടുത്ത ദിവസം മീറ്റിംഗ് കൂടിയിട്ട് അവസാനം ഒരു റിപ്പോർട്ട് വന്നു, ഒരു ജിയോ വന്നു. പക്ഷെ ആ ജിയോയ്ക്കകത്ത് ഈ മഠങ്ങൾ എന്നുള്ള പരാമർശം ഇല്ലായിരുന്നു. മഠങ്ങളും ആശ്രമങ്ങളും ഇല്ലാതെ അഗതി മന്ദിരങ്ങള് അങ്ങനെയുള്ള മന്ദിരങ്ങളും അതൊക്കെയായിരുന്നു കൂടുതൽ പരാമർശിച്ചു വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും വിളിച്ച് IAS കാരനായിട്ടുള്ള സാറിനെ വിളിച്ച് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. ബാക്കിയുള്ള കുറച്ച് ഉദ്യോഗസ്ഥരെയൊക്കെ അങ്ങനെ വിളിച്ച് അവരോടും കാര്യങ്ങൾ പറയും. അതായത് ഇത് ഉൾപ്പെടുത്തണം, കാര്യം മഠങ്ങളും ആശ്രമങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ സിസ്റ്റേഴ്സിന് അച്ഛന്മാരും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ വീണ്ടും വിളിച്ച് പറയുന്ന ഭാഗമായിട്ട് അടുത്ത ദിവസം അവർ വീണ്ടും നടത്തിയ മീറ്റിംഗിനകത്ത് അവര് തീരുമാനമെടുക്കുകയും വീണ്ടും ഒരു ജിയോ ഇറക്കി, മഠങ്ങളും ആശ്രമങ്ങളും ഉൾപ്പെടുത്തുന്നു പറഞ്ഞുകൊണ്ട് ഒരു ജിയോ ഇറക്കി അവർ പുറപ്പെടുവിച്ചു. പക്ഷെ അപ്പോഴും പുറപ്പെടുവിച്ച വിഷയം ഇതാണ്, ഇവർക്ക് റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് എങ്ങനെ റേഷൻ കിട്ടും, അവിടെയാണ് പ്രശ്നം. അപ്പൊ അവിടെ വീണ്ടും എന്ത് ചെയ്യണം, സാമൂഹ്യ നീതി വകുപ്പ് ഇവർ അപേക്ഷ കൊടുക്കണം. അവിടുന്ന് എന്ത് ചെയ്യണം, അത് നമ്മുടെ കളക്ടറേറ്റിൽ പോയിട്ട് അവിടുന്ന് എന്ത് ചെയ്യും, അത് സിവിൽ സപ്ലൈ ഓഫീസിലേക്ക് പോകും. ആ ഓഫീസിൽ പോയിട്ട് അവിടെ ഇവരുടെ പേര് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രം ഇവർക്ക് റേഷൻ കൊടുക്കും. ആ റേഷൻ കിട്ടുന്നത് എവിടുന്നാ, അത് ഗോഡൌണിൽ പോയി എടുക്കണം. അപ്പൊ ഇങ്ങനെ ഒരു കുഴഞ്ഞു പറഞ്ഞ രീതിയിലാണ് കൊറോണ സമയത്ത് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് ഈ സാധനം കൊണ്ട് വെച്ചത്. അപ്പൊ ഇത് സാധാരണ നമ്മൾ മഠങ്ങൾ അന്നത്തെ സമയത്ത് മഠങ്ങൾ നോക്കുവാണെങ്കിൽ പല മഠങ്ങളിലും സ്മാർട്ട് ഫോൺ ഒന്നും ഉപയോഗിക്കുന്ന സിസ്റ്റേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ സാധാരണ ഫോണൊക്കെയാണ്. മാത്രമല്ല സ്മാർട്ട് ഫോൺ ഒക്കെ ഉപയോഗിക്കുന്ന സിസ്റ്റേഴ്സ് ഒക്കെ വളരെ ചുരുക്കമാണ് പലയിടത്തും ഉള്ളത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബന്ധപ്പെടുത്തി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ കൊണ്ട് ഇത് ചെയ്യിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പ്രയാസമേറിയതാണ്. നമ്മൾ അടുത്തുള്ള ഒരു റേഷൻ കടയിൽ പോകണമെങ്കിൽ ഓക്കെ, ഇതിപ്പം ഇവിടെ നിൽക്കുന്ന ഒരാൾ 30 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഗോഡൌണിൽ പോയി, അതും ഈ പ്രക്രിയ എല്ലാം കഴിഞ്ഞ് പേര് ലിസ്റ്റിൽ ഉണ്ടോ എന്നൊക്കെ നോക്കി പോയി മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാനായിട്ട് ഒരു മുൻകൈ എടുത്തതാണല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ നമ്പര് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ അങ്ങ് ഷെയർ ചെയ്തു. ഇതുപോലെ സൗജന്യ റേഷൻ സിസ്റ്റേഴ്സിന് കിട്ടാനായിട്ട് ഈ നമ്പറിൽ വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്തു. എന്റെ സാറ് പറയണ്ട, ശരിക്കും പറയാം ഒരാഴ്ചക്കുള്ളിൽ ഏകദേശം ഒരു 1000-നടുത്ത് കോളുകൾ ഞാൻ അന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ഇങ്ങനെ നിരന്തരമായിട്ട് ഫോൺ കോൾ വരും. അത് കേരളത്തിന്റെ അങ്ങ് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ അങ്ങ് ഉള്ള എല്ലാ മഠങ്ങളിൽ നിന്നും പല മഠങ്ങളിൽ നിന്നും ഇങ്ങനെ വിളിയോട് വിളിയാ. അവര് സിസ്റ്റർമാരുടെ ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഒരു ഇതുണ്ടല്ലോ, ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെല്ലാം ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതായത് ഈ നമ്പറുകൾ എല്ലാ മഠങ്ങളിലേക്ക്, കേരളത്തിൽ അങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ള എല്ലാ മഠങ്ങളിലേക്ക് ഇത് പോയി. അവസാനം ഇവരെല്ലാം വിളിയായിട്ട് അവസാനം ഞാൻ പിന്നെ ഇവരിൽ സ്മാർട്ട് ഫോൺ ഉള്ളവരെ അല്ലെങ്കിൽ വാട്സപ്പ് ഉള്ളവരെ എല്ലാം വെച്ച് എന്റെ നമ്പറിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഗ്രൂപ്പ് ആക്കി മാറ്റി. അങ്ങനെ അന്നൊരു 10-200ഓളം അടുത്ത് ആൾക്കാർ, ഒരു പ്രതിനിധി എന്ന രീതിയിലേക്കുള്ള ആൾക്കാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് എന്ത് ചെയ്തു, ഓരോ ജില്ലയിലെ സാമൂഹ്യനീതി വകുപ്പിന്റെ ഓരോ ജില്ല അനുസരിച്ചുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ നമ്പറുകളും അതിന്റെ ഡേറ്റാസും ഈ ഭക്ഷ്യ വകുപ്പിന്റെ ഓരോ സപ്ലൈ ഓഫീസ് ഉണ്ടല്ലോ അതിന്റെയൊക്കെ വിവരങ്ങളും കളക്ടറേറ്റിന്റെ ജില്ലാ സപ്ലൈ ഓഫീസ് ഉണ്ട്, അപ്പം അവരുടെ നമ്പറുകളും എല്ലാം ഈ ജില്ലകൾ തിരിച്ച് എല്ലാം വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഇട്ടുകൊടുക്കുകയും ഇതിന്റെ നടപടിക്രമങ്ങളും എങ്ങനെയാണ് ഇതിന്റെ പോക്കുന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയുകയും അങ്ങനെ പിന്നെ ശരിക്കും പറഞ്ഞ സന്തോഷമായ വാർത്തയായി. കാര്യം ഒത്തിരി പേരും ഒക്കെ വിളിച്ച് നന്ദി പറയുന്നു. അതായത് ഒത്തിരി ഇപ്പം എന്നെ ഈ സന്തോഷിപ്പിച്ച മറ്റു കാര്യം ഇതാണ്, അന്ന് മാമാനത്തെ ഒരു അച്ഛനോടൊക്കെ ഞാനിത് പറയുകയും ഒക്കെ എടുക്കുകയും ചെയ്തായിരുന്നു. ഇപ്പം അച്ഛൻ ഒരു നന്ദി വാക്കായിട്ട് പറഞ്ഞു, ഞങ്ങൾ ലോറിയിൽ പോയി, കാര്യം അന്ന് അവിടെ സെമിനാരി ഉണ്ടല്ലോ, സെമിനാരി മറ്റു സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആശ്രമമാണ്. അപ്പം അവിടെ ലോറിയിൽ പോയി ഞങ്ങൾ ഇതുപോലെ ഇത്ര ചാക്ക് അരിയും ഒക്കെ മേടിച്ചോണ്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അച്ഛനൊരു നന്ദിയൊക്കെ പറയുമ്പോൾ സന്തോഷം. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സമയം അന്ന് ഞാൻ നഷ്ടപ്പെടുത്തി, എന്റെ ആരോഗ്യം കുറച്ചന്ന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ നേടിക്കൊടുത്തത് ലക്ഷങ്ങളായിരുന്നു. കാര്യം ലക്ഷക്കണക്കിന് രൂപയുടെ പ്രയോജനമാണ് അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സന്യസ്തർക്ക് അന്ന് ലഭിക്കുകയുണ്ടായി.
വീണ്ടും വിഷയം വരുവാണ്. അതായത് ഈ സൗജന്യ റേഷൻ കിട്ടി, പക്ഷെ ഇനി വരുന്ന കാലങ്ങളിൽ എങ്ങനെയാണ് ഇനി റേഷൻ കിട്ടുക? അതിന് റേഷൻ കാർഡ് വേണമല്ലോ. അപ്പൊ അതിന് സമീപിച്ചപ്പോഴാണ് അവിടുന്ന് സർക്കാരിൽ നിന്ന് പറഞ്ഞത്, അതായത് ഈ വീടിന്റെ നമ്പറിലാണല്ലോ റേഷൻ കാർഡ് കൊടുക്കുക. ഈ മഠങ്ങളെ സംബന്ധിച്ചോളം മഠത്തിന്റെ പേര് റേഷൻ കാർഡ് കൊടുക്കാമെങ്കിലും അംഗങ്ങളുടെ പേര് വരുമ്പം ഇവര് മഠം മാറി പോകുന്നുണ്ട്. ഓരോ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കാലയളവ് കഴിയുമ്പോൾ മഠം മാറുന്നുണ്ട്. മാറുമ്പോൾ സ്വയമായിട്ട് ഇവരുടെ പേര് വെട്ടുകയും വേറെ സ്ഥലത്ത് കൂട്ടിച്ചേർക്കുകയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പൊ ഇതിനെ എങ്ങനെ പരിഹരിക്കാമെന്നായി അടുത്തൊരു വിഷയം. അപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ഞാനിത് സിസ്റ്റർമാർക്ക് തന്നെ അങ്ങ് വിട്ടു. സിസ്റ്റർമാർക്ക് വിട്ടിട്ട് സിസ്റ്റർമാരോട് തന്നെ ഇതിനകത്ത് ഇടപെടാൻ പറഞ്ഞു. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇടപെടുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ധാരണയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വന്നില്ലെങ്കിൽ വിഷയമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ സിസ്റ്റർമാരോട് തന്നെ ഇടപെടാൻ പറഞ്ഞ് അവരെ കൊണ്ട് തന്നെ അവര് സർക്കാരിൽ നിന്ന് ഒരു ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം ഇവരിൽ തന്നെ ഉത്തരം കൊടുക്കാനായിട്ടൊക്കെ അവരോട് പറയുകയും അങ്ങനെ ഒരു 2 സിസ്റ്റേഴ്സ് നന്നായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്തായിരുന്നു കേട്ടോ. അപ്പൊ അവര് നല്ല രീതിയിൽ ഇതിനകത്ത് ഇടപെടുകയും അവസാനം അങ്ങനെ സർക്കാരിൽ നിന്ന് അനുകൂലമായിട്ട് ഒരു വ്യക്തിപരമായ ഇൻഡിവിജ്വൽ റേഷൻ കാർഡ് നൽകാനായിട്ട് അങ്ങനെ അവര് ഉത്തരവിടുകയും അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ഒരു ചാര കളറിലുള്ള ഒരു റേഷൻ കാർഡ് ഇപ്പം സിസ്റ്റേഴ്സ് അച്ഛന്മാർക്കൊക്കെ ഇൻഡിവിജ്വൽ റേഷൻ കാർഡൊക്കെ ലഭിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെടാൻ പറ്റും. അപ്പൊ ഞാനിവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്, നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇടമുണ്ട് പ്രവർത്തിക്കാനായിട്ട്. കാര്യം ഇവിടെ ആളില്ലെന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ സമുദായത്തിനൊരു കുറവ്. നമ്മൾ ആരൊക്കെയോ ഉണ്ട് അവിടെ, അവരൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് പലപ്പോഴും കടന്നു പോകുന്നത്. അപ്പൊ അവിടെ നമ്മളെ ഉള്ളൂ കാര്യം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഇപ്പൊ ഞാൻ നോക്കിയ ഒരു കാര്യം ഇതാണ്, എന്റെ രൂപത ചങ്ങനാശ്ശേരി അതിരൂപതയാണ്. അപ്പൊ ഈ അതിരൂപത കിടക്കുന്ന 5 ജില്ലകളായിട്ട് കിടക്കുന്ന ഈ പ്രദേശത്ത് എത്ര കത്തോലിക്കരുണ്ടെന്നുള്ള ഒരു കണക്ക് നോക്കുവാണെങ്കിൽ KCBC സൈറ്റിൽ ഉണ്ടായിരുന്നു. ആ കണക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം 91,90,000 പേരുള്ളിടത്ത്, 5 വർഷം മുമ്പുള്ള കണക്കാണ്, 91,90,000 പേരുള്ളിടത്ത് ഇവർ 3,80,000 പേരേ ഉള്ളൂ കത്തോലിക്കരായിട്ടുള്ളതാണ് കണക്ക്. അപ്പം ഈ പറയുന്ന എന്റെ രൂപത കിടക്കുന്ന പ്രദേശത്ത് ആകെ ഒരു 5% താഴെ കത്തോലിക്കരേ ഉള്ളൂ. അപ്പം ഈ 100 പേര് എടുക്കുവാണെങ്കിൽ 50% ആൾക്കാർ എനിക്ക് വേണ്ടി സംസാരിക്കാനായിട്ടില്ല. അതിന് പകുതി 25% ഇല്ല, അതിന് പകുതി 12 ഇല്ല, അതിന് പകുതി 6 ഇല്ല, അതിന് പകുതി 3% കഷ്ടി. ഇതാണ്. അപ്പൊ സംസാരിക്കാനായിട്ട് ഞാനില്ലെങ്കിൽ വേറെ ആരും ഇല്ല എന്നുള്ളൊരു അടിസ്ഥാന ബോധ്യം ഓരോരുത്തർക്കും നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. ഇനി മാത്രമേ ഉള്ളൂ ഇവിടെ മാറ്റം ഉണ്ടാകത്തുള്ളൂ. കാര്യം നമ്മൾ വേറെ ആരോ സംസാരിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മളവിടെ ഇരിക്കുകയും ആരും സംസാരിക്കാതെ വരികയും ചെയ്യുമ്പോൾ നമുക്ക് നീതി കിട്ടുന്നില്ല. നമ്മളിങ്ങനെ എപ്പോഴും കുറ്റം പറഞ്ഞല്ലെങ്കിൽ വിഷമം പറഞ്ഞു തന്നെ നടക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇടപെടുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയതും അനുഭവിച്ചതും. ഇതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പരമാവധി ഈ എന്താ പറയുക, കൂടുതലായിട്ട് നമ്മള് അധികമായിട്ട് എൻ്റെ ഒരു സമയമോ പൈസയോ ഒക്കെ ഏറെക്കുറെ ഞാൻ ചെലവഴിച്ചിട്ട് ഞാൻ മാറി നിന്നതിന് കാരണം ഇതാണ്, നമ്മൾ വീണ്ടും അധികമായിട്ട് നമ്മുടെ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ അവസാനം ഈ സഭാവിമർശകരായി പോകും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഏറെക്കുറെ എന്റെ വ്യക്തി ജീവിതം എന്ന രീതിയിലേക്ക് കുറച്ചൊന്ന് ഞാൻ പുറകോട്ട് നിൽക്കാൻ കാരണം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവിടെ ഒത്തിരി ക്ലേശങ്ങൾ നമുക്കുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവരെ നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇടയിൽ നടക്കുന്ന സംവിധാനം ഇതാണ്. അപ്പം ഇല്ലാത്തവൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ബാക്കിയുള്ളവന്റെ പ്രവൃത്തികളെ പറ്റി നമ്മൾ ചിലപ്പം കുറ്റം പറയാനായിട്ടോ വിമർശിക്കാനായിട്ടോ അത് കാരണമായി മാറുമ്പോൾ വീണ്ടും നമ്മുടെ സഭാവിരുദ്ധരായിട്ടുള്ള ഒരു ആളുകളായിട്ട് പലപ്പോഴും നമ്മള് പള്ളിക്കും പട്ടക്കാർക്കും എതിരെ സംസാരിക്കുന്ന ആൾക്കാരായിട്ട് ചിലപ്പോൾ നമ്മൾ മാറിയേക്ക. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം എന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് പിന്നെ നമ്മളൊരു നിയന്ത്രിതമായിട്ടുള്ള ഒരു എന്താ പറയുക പ്രവർത്തനത്തിലേക്ക് അങ്ങനെ പോയത്. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ അധികം മാത്രം ഒരു ആവശ്യത്തോടെ പ്രവർത്തിക്കാതെ ഒന്ന് കാര്യം ഏറെക്കുറെ എല്ലാവരും ഒന്ന് ചെയ്യണം. അപ്പം ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഒരു അവെയറായി ഒരു ബോധ്യങ്ങളായി എന്നതും അതിനകത്ത് നമ്മുടെ ഒരു ഫലപ്രാപ്തിയാണ്. റിസൾട്ട് കിട്ടി. റിസൾട്ട് കിട്ടിയിട്ട് വീണ്ടും നമ്മള് എന്താ പറയുക, നമ്മുടെ കൈ ഒതുങ്ങാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം വിഷയമായേക്കാം. അങ്ങനെയുള്ള കുറെ അനാലിസിസ് ഒക്കെ നടത്തിയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിയത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു കൺസിസ്റ്റൻസി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ സഞ്ജു പറയുന്ന പോലെ ഇന്നലെ കളിക്കളത്തിൽ സഞ്ജുവിനെ കാണുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. സഞ്ജു 50 അടിച്ചപ്പം കുരിശ് വരച്ചു, ജയിപ്പിച്ചപ്പം മുട്ടുകുത്തി കുരിശ് വരച്ചു, അതിനുശേഷം ഡ്രസ്സിംഗ് റൂമിൽ പോയപ്പോ അവിടെ ഇരുന്ന് മുട്ടുകുത്തി കുരിശ് വരച്ചു. അതുകൂടാതെ തിരിച്ചു വന്ന് നന്ദി പറഞ്ഞ സമയത്ത്, മീൻസ് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ദൈവത്തിന് അവിടെ നന്ദിയും കൊടുത്തു. അപ്പൊ അങ്ങനെ കിട്ടുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ 10 വർഷമായിട്ട് കളിക്കളത്തിലുണ്ട്, പക്ഷെ കൂടുതലും പുറത്ത് നിന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അങ്ങനെ ഈ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെ ഒക്കെ കളികളൊക്കെ പഠിക്കുകയും അതിൽ നിന്നൊക്കെ പല കാര്യങ്ങളും ഉൾക്കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റിയെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഒരു കൊണ്ടുവരണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ച് പുറത്തുനിന്നൊക്കെ കളി കാണുകയും അതേസമയം നമ്മുടേതായ ഒരു എന്താ പറയുക ഒരു നിയന്ത്രണത്തിലൊക്കെ പോകേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തില് ഒരു അനിവാര്യ ഘടകം തന്നെയാണ്. അപ്പൊ തീർച്ചയായും ബാക്കിയുള്ളവരും ഇതിനകത്ത് ഇടപെടണം. ഇടപെടുമ്പോൾ നമ്മുടെ കണ്ടമാനം സമ്പത്ത് കളഞ്ഞ് നമ്മൾ പ്രവർത്തിക്കരുത്, കണ്ടമാനം നമ്മുടെ ജീവിതം കളഞ്ഞ് നമ്മൾ പ്രവർത്തിക്കരുത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരാം, വിഷമം വരാം, അവസാനം നമ്മൾ ബാക്കിയുള്ളവർക്ക് എതിരായി മാറുന്ന ഒരു വിരുദ്ധനായി മാറുന്ന ഒരു അവസ്ഥാവിശേഷമൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടും ഒരു കഴിഞ്ഞ കാലങ്ങളെ പറ്റിയൊക്കെ പഠിച്ചുകൊണ്ടും വേണം നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാ ആശംസകളും അമൽ. പ്രത്യേകിച്ച് വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടി വന്നില്ല. അമൽ പറയുന്ന എല്ലാ കാര്യത്തിലും ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും ഉണ്ടായിരുന്നു. ഇനിയും കൂടുതൽ തീക്ഷ്ണമായിട്ട് സഭയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അമലിന് സാധിക്കട്ടെ. ഇതുപോലെയുള്ള മാത്രമല്ല ഒരു കാര്യമാണ് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ മാത്രമെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതായത് എന്നോടൊപ്പം ഇത്തരത്തിലുള്ള ഒരു വിഷയത്തില് കൂടുതൽ നല്ല ചിലപ്പോ എന്നേക്കാൾ ഏറെ സമാധിഷ്ണതയുള്ള ധാരാളം സുഹൃത്തുക്കളെ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഒരു പിൻബലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടായിരുന്നു. അവരെനിക്ക് ഈ സമയത്ത് വിസ്മരിക്കാനായിട്ട് പറ്റത്തില്ല. കാര്യം ഞാനിങ്ങനെ പ്രവർത്തിച്ചെങ്കിലും നമുക്കൊരു താങ്ങില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. അതുകൊണ്ട് അങ്ങനെ താങ്ങായി നിന്ന ഓരോരുത്തരോടും, ആ സുഹൃത്തുക്കളോടും ആ സൗഹൃദ ഗണത്തോടും ഒക്കെ തന്നെ ഞാൻ ഈ ഒരു അവസരത്തിൽ വളരെയധികം നന്ദിയോടെ ആയിരിക്കുന്നു എന്നുള്ളൊരു കാര്യവും, പിന്നെ സർവേശ്വരനോടാണ് ഏറ്റവും പ്രധാനമായിട്ടും. പിന്നെ ഇതിനോടൊപ്പം എനിക്കിങ്ങനെ ഒരു മുന്നോട്ട് പോകുന്ന ഇടയ്ക്ക് ഒരു രീതിയിലും തടസ്സമാകാതെ ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടെങ്കിലും എന്നോടൊപ്പം നിന്ന എന്റെ കുടുംബാംഗങ്ങളുണ്ടല്ലോ, അപ്പം അവരോടും ഒക്കെ ഒരു നന്ദി ഈ ഒരു അവസരത്തിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ പിന്നെ ആശംസകളും. ഇതിന് മറ്റൊരു കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ മേഖലയിൽ വലിയൊരു പ്രചോദനമായത് ഷക്കീന തന്നെയായിരുന്നു. കാര്യം 2019 ഞാൻ ഈ സാധനം കൊണ്ടുവരുന്നു. 2020 ഏകദേശം മാർച്ച്, ഫെബ്രുവരി ആ മാസങ്ങളില് ഷക്കീനയിൽ ഞാനൊരു അന്നൊരു ഇന്റർവ്യൂ നടത്തിയായിരുന്നു. ക്രോസ് അപ്പൊ ടോക്ക്, അന്ന് ക്രോസ് ടോക്ക് എന്ന് അതെ, പറയുന്ന ക്രോസ് പ്രോഗ്രാം. ടോക്ക്. അപ്പൊ ആ ഒരു ക്രോസ് ടോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രോസ് ടോക്ക് എനിക്ക് വളരെ ഉപകാരപ്പെട്ടൊരു കാര്യമാണ്. കാര്യം എന്റെ ഈ വിഷയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് ഒരു പ്ലാറ്റ്ഫോം വേണമായിരുന്നു. അപ്പൊ അത് ക്രോസ് ടോക്കിലൂടെ ലഭിച്ചു. ക്രോസ് ടോക്കിലെ ആ ഒരു ലിങ്കും വീഡിയോയും ഒക്കെ ധാരാളം ഇടങ്ങളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഒതന്റിസിറ്റി നമ്മൾ ആളുകളിലേക്ക് അവതരിപ്പിക്കുന്നത്. കാര്യം ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ട്, ഇതിന്റെ യാഥാർത്ഥ്യം ഇതാണെന്നുള്ളൊരു വിഷയം അവതരിപ്പിക്കാനായിട്ട് നമുക്ക് കണ്ടന്റ് വേണം. അപ്പൊ ആ കണ്ടന്റിന് വേണ്ടി ഈ വീഡിയോ ശരിക്കും അന്ന് ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചുമ്മാ പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് അത് മനസ്സിലാകത്തില്ല. അപ്പൊ അതിനൊക്കെ തീർച്ചയായിട്ടും ഷക്കീനയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയുകയാണ്. പിന്നെ ദീപികയും ലേഖനം എഴുതാൻ 2-3 അവസരം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ദീപികയോടും എല്ലാവരോടും സഭയുടെ ഓരോ തലവന്മാരോടും സമുദായ അംഗങ്ങളോടും ഒക്കെ തന്നെ നേതൃത്വത്തിലുള്ള എല്ലാവരോടും തന്നെ ഇതിനകത്തൊരു കടപ്പാട് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. എല്ലാ ആശംസകളും അമൽ. അമൽ നടത്തിയ പോരാട്ടം അനേകർക്കൊരു മാതൃകയാവട്ടെ, അനേകർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ നിസ്വാർത്ഥമായിട്ട് പ്രതിസന്ധികളുടെ മധ്യേ പ്രവർത്തിക്കാൻ അനേകർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമലിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു.